അവിടെ മുതൽ ഇതാ ഇപ്രാവശ്യത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ ഐഫോണുകൾ അവിടെ ഓഫർ ഇത് ഐഫോണുകൾ നിരത്തി വെച്ച് നിങ്ങൾ പോന്ന് ഇതാ ഐപാഡ് ഉണ്ട്, സാംസങ്ങിൻ്റെ ചെറിയ ഫോണുകളുണ്ട്, ഇയർബഡ് ഉണ്ട്, ഇയർബഡ് ഉണ്ട്, ആപ്പിൾ വാച്ച് ഉണ്ട്, ചെറിയ ഫോൺ ഉണ്ട്, S25 അൾട്ര ഉണ്ട്. ഇതെല്ലാം കിടിലൻ ഓഫറിലാണ് ഇപ്രാവശ്യം. ഹായ്, വെൽക്കം ടു BBA. കൂടെ കൂടാനുള്ളവരെല്ലാം കൂടെ കൂടിക്കോട്ടോ. അടുക്കി വെക്കുകയാണ് എവറസിറ്റിയുടെ ഓഫർ അടുക്കി വെക്കുകയാണ്. ഐഫോണും സാംസങ് ഒക്കെ വീണ്ടും വേറെ ലെവൽ ഓഫർ തരാൻ പോകണല്ലേ. അപ്പൊ തുടങ്ങല്ലേ, നമുക്ക് പൊളിച്ചടക്കാം. നമ്മൾ ട്രംപിനെ കോൾ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ ഇങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് താരിഫ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിട്ട് എവർസിറ്റിക്ക് സ്പെഷ്യൽ ആയിട്ട് താരിഫ് ഒഴിവാക്കാണ്. എവർസിറ്റിക്ക് താരിഫും കാര്യമൊന്നും വേണ്ട, നിങ്ങൾ ഫോൺ ഓഫർ കൊടുത്തേക്കുന്ന ട്രംപ് പറഞ്ഞിട്ടുണ്ട്. താരിഫ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് താരിഫ് ഇല്ലാന്ന് പറഞ്ഞു, നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു. അതെ, താരിഫ് ഉണ്ടെങ്കിലും ഓഫർ ഇല്ല. നമ്മൾ ഒരു ദിവസം ഡിന്നറിന് ക്ഷണിക്കാന്നൊക്കെ പറഞ്ഞു നേരിട്ട് ട്രംപിനെ. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇപ്രാവശ്യത്തെ ഓഫർ എന്ന് നോക്കട്ടെ എല്ലാ ഫോണുകൾക്കും. ഓക്കെ, തുടങ്ങാം. വില കുറഞ്ഞിട്ട് കുറെ ആൾ ചോദിക്കുന്നത്, വില കുറഞ്ഞിട്ട് നമുക്ക് മറ്റേ ഇത് തെരഞ്ഞെടുത്താലോ, നമ്മുടെ കമന്റ് ആരൊക്കെ ഇട്ടെന്ന് തെരഞ്ഞെടുക്കുക ആദ്യം. അതിനുശേഷം വേറെ ലെവൽ ഓഫർ നമ്മൾ പോവാണ്. തീർച്ചയായും ഓഫർ തുടരും. ഇപ്പൊ ലാലേട്ടന്റെ തുടരുമാണ് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓഫർ തുടർന്നുകൊണ്ടേയിരിക്കും. അതായത് ട്രംപ് വന്നാലും നമ്മൾ തുടരും അല്ലെ, തുടർന്നുകൊണ്ടേയിരിക്കും. ട്രംപ് വിഷയമല്ല, ട്രംപിനോട് ഞാൻ സംസാരിച്ചാണ് ഓൾറെഡി. ഇന്നലെ കുറെ നേരം സംസാരിച്ചു. ഇങ്ങനെ ചെയ്താൽ മാർക്കറ്റ് മോശമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം ഡിന്നറിന് ക്ഷണിച്ചപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നമ്മൾ ഓഫർ തുടർന്നായിരിക്കട്ടെ, ഒരു വിഷയമല്ല നമുക്ക് കേസ്. ഓക്കെ, വേണ്ടേ അടുത്ത വാ. ഓക്കെ, കുറേ കാലമായി കാണുന്നു, ഇഷ്ടമാണ് ഈ വീഡിയോസ്. എന്തായിരുന്നു, സഹൽ ജമാൽ ഇട്ടാ, കുറേ കാലമായി കാണുന്നതാണ്. അപ്പോൾ ഇനിയും കണ്ടോട്ടെ, ഇഷ്ടപ്പെട്ടോ. ആദ്യത്തെ വാച്ച് മൂപ്പറിക്കാനിരിക്കട്ടെ അല്ലേ. ഒരു വാച്ച് കൊടുത്തു, അടുത്ത വാച്ച് ആർക്കാ നോക്കാട്ടാ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അതിൽ, ഹോണർ മാജിക് 7 Pro സ്റ്റോക്ക് ഉണ്ടോ? ഉണ്ടാ ഒരുപാട് ദിവസം കമന്റ് കാണുന്നു, ഓരോരുത്തർ 9 റീപ്ലൈ 11 ലൈക്കുമാണ്. ആദ്യം തന്നെ പറയട്ടെ, ചോദ്യം ചോദിച്ച ആൾക്ക് ഇരിക്കട്ടെ ഒരു വാച്ച്. എന്താ പേരെന്നറിയോ, സ്പാരോ ഗെയിമിംഗ് 6711. അദ്ദേഹത്തിന് ഇരിക്കട്ടെ അല്ലേ, എന്താ ആരാണെന്ന് അറിയില്ല. മൂപ്പർക്ക് ഇരിക്കട്ടെ ഒരു കിടിലം വാച്ച്. അപ്പൊ 2 വാച്ച് റേറ്റ് വരുന്നത് 3500 അതിന്റെ കൂടെ കുറച്ച് ഗിഫ്റ്റുകൾ ഉണ്ടാവും. നമുക്കൊരു കാര്യം ചെയ്യാം, 3500 എന്നുള്ളത് ഒരു 200 ദിർഹംസ് ഡിസ്കൗണ്ട് ആക്കിയിട്ട് 3300 ഓഫർ കൊടുക്കാം. 3300 ദിർഹത്തിന് ഹോണർ മാജിക് 7 Pro ഓഫറിൽ ഇട്ടാ. ചോദിച്ച ആൾക്ക് കിടിലം ഓഫറിൽ പോരെ, ഫോണും തരാം, ഒരു കിടിലൻ സ്മാർട്ട് വാച്ച്. അവരെ വകയുള്ള ഗിഫ്റ്റുകൾ വേറെ ഉണ്ടാവും. കമ്പനിന്റെ വക ഈ വലിയൊരു മോഡൽ ആയതുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗിഫ്റ്റും കിട്ടും, പ്ലസ് ഞങ്ങളെ ഗിഫ്റ്റും കിട്ടും, നല്ല വിലക്ക് 200 ദിർഹംസ് ഡിസ്കൗണ്ടും കിട്ടും. അപ്പൊ ആ ഒരു പ്രശ്നം തീർന്നില്ലേ. മൂന്നാമത്തെ ആള് BBA ഇക്ക, എല്ലാ വീഡിയോസും കാണാറുണ്ട്, വരുന്നു ഞാൻ യു എയിലേക്ക് വന്നു കഴിഞ്ഞാൽ എവറസ്റ്റ് വന്ന് സന്ദർശിച്ചോ, സംഭവപ്പെട്ട റെഡിയാണ് ബ്രോ. യു എയിലേക്ക് വരികയാണെങ്കിൽ എവറസ്റ്റ് പോലെ ബ്രോയ്ക്ക് ഒരു വാച്ച്. എത്ര 3 ഇപ്പോ 3 4 ഒന്നുകൂടെ കൊടുക്കുക. നമ്മളെ ട്രംപ് ഫോൺ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് വിശ്വസിച്ചു. ഭയങ്കര അഭിനയം തന്നെ, ഒറിജിനലായിട്ടുണ്ട്. പിന്നെ എന്താണ് വിശേഷം, സുഖം തന്നെയല്ലേ? ഒരു ഐഫോൺ വാങ്ങിച്ചത് ഫ്രീ ആയിട്ടൊന്നും കിട്ടിയതല്ല, ഇനി കിട്ടിയിട്ട് ഞാൻ അടങ്ങും. ഞാൻ എല്ലാ പ്രാവശ്യവും കമൻറ്റ് ഇടുന്നുണ്ട്, ലാസ്റ്റായി പോണൊരു സംശയം. അതുകൊണ്ടാണ് എനിക്ക് വാച്ചുകളൊന്നും കിട്ടാത്തത്. ഫസ്റ്റ് കാണുന്നവർക്ക് മാത്രമേ നോക്കുന്നുള്ളൂ. ഞാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ അഷ്റഫ് PK പോനൂർ ഒരു വലിയ കമൻറ്റ് അടിച്ചിട്ടുണ്ട്. നിങ്ങൾ ലൈക്ക് അടിച്ചിട്ടുണ്ടല്ലോ അതിന്. ഓക്കെ, അപ്പം എന്താ മൂപ്പരെങ്കിൽ ഇരിക്കട്ടെ കേട്ടോ, ഒരു കിടിലം വാച്ച്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ സ്മാർട്ട് വാച്ച് ഇങ്ങനെ നേരത്തിന് കൊടുക്കണം. ഒരുപാട് കമൻറ്റ് കാര്യങ്ങളാണ് നമ്മളിങ്ങനെ ശ്രദ്ധിക്കാൻ ചാൻസ് കിട്ടില്ല. ആള് വീഡിയോ നമ്മൾ വരുന്ന നോക്കി നിൽക്കുന്ന ആളാണ്. വൈഫിന് ഒരു S24 അൾട്ര എടുത്തു കൊടുക്കണം എന്ന് പറഞ്ഞ് കുറേ വിചാരിക്കുന്നു. ബട്ട് ക്യാഷ് സെറ്റ് ആവുന്നില്ല. എടുക്കുവാണെങ്കിൽ അവിടെ തന്നെ എടുക്കുള്ളൂ. വെയിറ്റിങ്ങിലേക്കാണ്. അതായത് പ്രണവ് പ്രഭാകരൻ വൈഫിന് S24 അൾട്ര എടുക്കാൻ പോരുമ്പോൾ പോരെ ഒരു കിടില സ്മാർട്ട് വാച്ച് തരുന്നതായിരിക്കും. വേറെ ചോദ്യം, വിവോ X സീരീസ് മൊബൈൽസ് ഉണ്ടോ? വിവോ X സീരീസ് ഉണ്ട്. വിവോന്റെ കുറച്ച് സാധനം കൂടി നാളെ വരുന്നുണ്ട്. കുറച്ച് സ്റ്റോക്ക് തീർന്നിട്ടുള്ളത്. വിവോന്റെ ഒരുപാട് മോഡൽ പുതിയ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിവോയുടെ സാധനങ്ങളുണ്ട്. അത് നമ്മൾ അടുത്ത വീഡിയോയിലെല്ലാം ക്ലിയർ ആയിട്ട് പറയുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരുപാട് കമന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ലെവലാക്കാം നമുക്ക് ഇനി. ബാക്കിയുള്ള ഒരുപാട് പേര് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമന്റിൽ ഇട്ടോളൂ. ഞങ്ങളുടെ അടുത്തുള്ള സ്റ്റോക്ക് ആണെങ്കിൽ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ അതിന്റെ റീപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ സംശയങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾ ഇട്ടോളൂ. അറിയുന്നതാണെങ്കിൽ അതിന് റീപ്ലൈ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതെ, അപ്പോൾ ഈ വീഡിയോയിലും കിട്ടില്ല കമന്റും കാര്യങ്ങളുണ്ടോ, നിങ്ങളുടെ സ്മാർട്ട് വാച്ച് കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓഫറിലേക്ക് എടുക്കാം. ആദ്യം ഓഫർ നമുക്ക് വില കുറഞ്ഞതാണ്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നത് വില കുറഞ്ഞ പറയുന്നത് A06 മുതൽ തുടങ്ങാം. A06 സാംസങ് A06 എത്രയ്ക്ക് കൊടുക്കാം? അത് 4GB റാം 64GB 280 ദിർഹംസിന് കൊടുക്കാം. വെറും 280 ദിർഹത്തിന് മക്കളെ, 280 ദിർഹത്തിന് ആൻഡ്രോയിഡ് ഫോൺ ഇട്ടാ. TDR ആണ്, TDR സാംസങ് മുഴുവൻ TDR ആണ്. 1 ഇയർ വാറന്റിയും കിട്ടും. 4GB റാം 64GB മെമ്മറി ഉള്ള സാധനം കേട്ടോ ചമാരെ. ഇനി BBA നമുക്ക് 64 ആണ്, 128GB ആണ്, 325 കൊടുക്കാം. 325 അതായത് ഒരുപാട് പേര് സാംസങ്ങിന്റെ ആൻഡ്രോയിഡ് ഫോണുകൾ വില കുറഞ്ഞ് നോക്കാറുണ്ട്. 250 325 ദിർഹത്തിന് നിങ്ങൾക്ക് കിട്ടാം. ഫോണുകൾ മക്കളെ നോക്കിക്കോ, നല്ല കിട സാധനം. ഗാലക്സി
06. ഓക്കെ, A16 ഉണ്ട്. A16 കുറച്ചും കൂടെ വലിയ മോഡലാണ്. A16 ആണെങ്കിൽ 128 GB നമുക്ക് കൊടുക്കാം. നല്ല റേറ്റ് കൊടുക്കാം. 6 GB ഇവിടെ എടുക്കുന്ന കാശ് നോക്കാം. ഇവിടെ സാധനം ഉണ്ട്. A16 കണ്ടിരിക്കുന്നത് എത്ര സ്റ്റോക്ക് വേണമെന്നുണ്ട് സാധനം. A16 ഒക്കെ ചെറിയ ഫോണുകൾ ചോദിക്കുന്ന ഒരുപാട് ഉണ്ട്. അവർക്കുള്ള കിടിലൻ ഓഫർ തരാൻ പോകുന്നത്. ഏതാണ് 6 രണ്ട് ടൈപ്പ് ഉണ്ട്. 4 GB റാമിലാണ് 435. 4 GB റാം 435. 6 GB റാം ആണെങ്കിൽ 480. അത്രേ ഉള്ളൂ. 435 450 ചെറിയ വ്യത്യാസമുള്ളൂ. റാമുകൾ മാറുമ്പോൾ ചെറിയ വ്യത്യാസമുള്ളൂ. 500 റാമിന്റെ വ്യത്യാസം വരുന്നത് ഇവിടെ തന്നെ രണ്ടും വരുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് TRന്റെയും അതുപോലെ നാട്ടിലെടുക്കുമ്പോൾ വ്യത്യാസം പറഞ്ഞപ്പോൾ വ്യത്യാസം ഇതാണ്. റാമിലാണ് വ്യത്യാസം വരുന്നത്. റാമിൽ വ്യത്യാസം വന്നപ്പോൾ തന്നെ നിങ്ങൾ വില കണ്ടില്ല. 230, 435, 480 ഇത്രയും വ്യത്യാസം വരുന്ന കാരണം റാം വാർമാണ്. അതുകൊണ്ടാണ് ചില സാധനങ്ങൾ ഓൺലൈൻ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ചില സാധനത്തിന് വില കുറച്ച് കാണുന്നത്. അതിൻ്റെ റാം ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലാക്കാൻ സാധിക്കും അതിന് റാം കുറവായിരിക്കും. അതുകൊണ്ട് ഓൺലൈൻ ചില സാധനങ്ങൾക്ക് വില കുറവ് കാണിക്കുന്നത് ആ സാധനമായിട്ട് ആരും പെടണ്ട. നിങ്ങൾ കറക്റ്റായിട്ട് TDR കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാൻ ഒരു കുഴപ്പമില്ല. പക്ഷേ TDR തന്നെ മിഡിൽ ഈസ്റ്റ് എന്നൊന്നും പറഞ്ഞാൽ TDR അല്ല. TDR എന്ന് പറഞ്ഞാൽ TDR മാത്രമാണ്. മിഡിൽ ഈസ്റ്റ് TDR സാധനമല്ല. മിഡിൽ ഈസ്റ്റ് വെച്ചാൽ GCC എല്ലാത്തിനും ടോട്ടലായിട്ട് ഒരു പറയുന്ന പേരാണ് മിഡിൽ ഈസ്റ്റ്. പക്ഷേ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എടുക്കേണ്ട. TDR എന്നാണെങ്കിൽ നിങ്ങൾ ധൈര്യത്തിൽ എടുത്തോ. നിങ്ങൾ വില റാം വ്യത്യാസം വരുമോ? TDRL റാം വ്യത്യാസം വരുന്നുണ്ട്. അതിലാണ് നിങ്ങൾക്ക് ഇപ്പൊ 2 റാം കാണിച്ചത്. രണ്ടിന്റെ വില പറഞ്ഞു. പക്ഷേ ഇതിൽ മാത്രമേ വരുന്നുള്ളൂ. TDRL വേറെ ഒരു മോഡലും ഇതേപോലെ തന്നെ 4ഉം 6ഉം വരുന്നില്ല. ഈ ഒരു മോഡലാണ് വരുന്നുള്ളൂ. അതുകൊണ്ട് ഈ മോഡൽ കറക്റ്റായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു തുറന്നു പറഞ്ഞാൽ നല്ലതാണല്ലോ. അപ്പോൾ 6 GB ഇത്രയാണ് 4 GB ഇത്രയാണെന്ന് കറക്റ്റായിട്ട് പറഞ്ഞതിന്റെ കാരണം അതാണ്. അതെ, അപ്പോൾ ഓൺലൈനിൽ മേടിക്കുന്നത് ശ്രദ്ധിക്കുക. വില കുറവും കാര്യങ്ങളും ഇതൊക്കെ കാണുന്ന സമയത്ത് റാം കറക്റ്റായിട്ട് ഉണ്ടോ എന്ന് മാത്രം ശ്രദ്ധിക്കുക. അപ്പോൾ 500 ദിരത്തിന് താഴെ ഒരു സാധനം മേടിക്കണേ A16 ഇത് 5G 4G അത് അല്ല 4G ഫോൺ 500 ദിരത്തിന് താഴെ 4G ഫോൺ മേടിക്കണം എന്നുള്ളവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആട്ടോ. ഓക്കെ, അടുത്തത് ഏത് കൊടുക്കും? 500 തന്നെ പോകണമെന്ന് നമുക്കൊരു കാര്യം ചെയ്യാം. റെഡ്മിയുടെ 14C ആണ്. TDR 40 series. ഇത് നോർമലി വേറെ വരുന്നുണ്ട്. പക്ഷെ അത് വാങ്ങാൻ നിൽക്കട്ടെ. ചാത്തനാണ്. ഇത് കറക്റ്റാണ്. ഇത് 8+8 16 GB റാം കിട്ടും. 8+8 ആണ്. പുറത്ത് വരുന്നത് 4+4 വരുന്നത് 6+6 വരുന്നത്. പക്ഷേ ഇത് 8+8 ആണ്. 16 GB റാം സപ്പോർട്ട് ചെയ്യും. വിലയും വളരെ കുറവാണ്. 375 ദിർഹംസിന് അത് 256 GB കിട്ടും. 375 ദിർഹത്തിന് 8+8 തരുന്നുണ്ട്. അപ്പോൾ ഓഫറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ പരമാവധി ശ്രമിക്കുക. എന്താണ് റാം എന്നും കൂടെ നോക്കുക കേട്ടോ. ഇവിടെ തന്നെ TDR സാധനം 8+8 256 മെമ്മറി 16 GB റാം അല്ല 8 GB 8+8 അല്ലേ 16 റാം 256 മെമ്മറി. ഇത് 14C റെഡ്മിയുടെ നല്ലൊരു ഫോണാണ്. വാങ്ങുന്നവർക്ക് കിഡിലൻ ഓഫർ കേട്ടോ. ഓക്കെ, A16 5G എന്നോട് ചോദിച്ചിരുന്നു. A16 5G ഉണ്ട്. ഇതിലും 5G വരുന്നുണ്ട്. 5G വരുമ്പോൾ അതിന്റെ റാം വരുന്നത് നിങ്ങൾക്ക് 4+128 ആണ്. ഓക്കെ, 4+128 അതിന് നമുക്കൊരു നല്ല റേറ്റ് 550 കൊടുക്കാം. പിടിക്കുക 550ക്ക് 4,128 ഇട്ടാ. ഇതാ പിടിക്കുക സാംസങ്ങിന്റെ A16 വെച്ചവരെ A16. ഓക്കെ, A26 വരുന്നുണ്ട്. സാംസങ്ങിനെ ഇറക്കി കളിച്ചിക്കാൻ കേട്ടോ. A26 5G കൊടുക്കാം. നമുക്ക് 6 GB റാം വരുന്നുണ്ട്. 128 GB 750 കൊടുക്കാം. 750 750K 5G ആണ്. A26 5G A26 വേണമെന്ന് ആഗ്രഹമുള്ളവർ വിളിച്ചോ. ഇപ്രാവശ്യം സാംസങ്ങിന്റെ കിഡിലൻ കളക്ഷൻസ് ആണ്. അതൊരു സാംസങ് ആരാധന ഒരുപാടുണ്ട്. അതൊന്നല്ല, നിങ്ങൾക്ക് വില കുറഞ്ഞിട്ട് പറഞ്ഞതാണ്. വില കുറഞ്ഞിട്ട് നമുക്ക് ഒരു കാര്യം വിവോയിൽ ആരും ചോദിച്ചില്ല. വിവോയിൽ കൊടുക്കാം. നമുക്ക് ബെസ്റ്റ് റേറ്റ് കൊടുക്കാം. വിവോ 39 5G ആണ്. ഇത് നമുക്ക് ഒരു കാര്യം ചെയ്തിട്ട് റാം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. റാം വരുന്നത് കറക്റ്റ് വരുന്നത് റാം പോയി കറക്റ്റ് റാം റോബോട്ട് ആയിരിക്കോ? 8+8 16 GB റാം 256 മെമ്മറി. അതെ, 8+8 ആണ്. അടിപൊളി സാധനമാണ്. 775 ദിർഹംസിന് കൊടുക്കും. വെറും 775 ഇന്ത്യയിലും വാറണ്ടിട്ടും UAE-ലും വാറണ്ടി ഉണ്ട്. ആണ് 5 ഇയർ എന്തത് 44 ഫ്ലാഷ് ചാർജ് 5 ഇയർ ബാറ്ററി ഹെൽത്തോ കാണിക്കുന്നുണ്ട്. 5 ഇയർ ബാറ്ററി ഹെൽത്തോ കാണിക്കുന്നുണ്ട്. നല്ല ലേറ്റസ്റ്റ് ഇറങ്ങിയ ഫോണാണ്. 65 മെമ്മറി ക്യാമറ സ്റ്റോറേജ് 16 GB 256 മെമ്മറി. അപ്പോൾ Y39 ആരെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ മേടിച്ചു വാങ്ങാം. വില കുറഞ്ഞ് ചോദിച്ചാക്കുള്ള മോഡലാണ്. ഇതിൽ പറഞ്ഞു കൊടുക്കുന്നത് വില കുറഞ്ഞിട്ടുള്ള സംഭവം. ഇനി അത് കഴിയില്ല. ഇനി A36 തരാം. A36 നമുക്ക് A36 അതും വില കുറച്ചിട്ട് കൊടുക്കാം. A36 തപ്പിക്കോളി A36 അന്ന പ്രൈസിന് പറഞ്ഞോളേ. A36 8 GB റാം വരും. 256 മെമ്മറി വരും. 1100 കൊടുക്കാം. 1100 ദിർഹത്തിന് 5G ഫോണിലേത് 5G ഫോൺ കേട്ടോ. A36 5G ആണ്. അതെല്ലാം നമുക്ക് ലേറ്റസ്റ്റ് വേണം. A56 പിടിക്കുക. A56 സാംസങ്ങിന്റെ A56. കഴിഞ്ഞ ആഴ്ച ആരോ കമന്റ് ഇട്ടിരുന്നു. കഴിഞ്ഞ ആഴ്ച നമുക്ക് ചെറിയൊരു അമളി പറ്റിയിരുന്നു. 1350 പറഞ്ഞെടുത്ത് 1550 പറഞ്ഞു. നിങ്ങൾ 1350 ഞാൻ 1550 പറഞ്ഞ എന്താ സംഭവിച്ചതല്ല. അപ്പൊ ആരോ കമന്റ് ഇട്ടിരുന്നു. ഇത് വില കൂടി പോകാണോ സംശയം. കഴിഞ്ഞ പ്രാവശ്യം മൊത്തത്തിൽ ഞങ്ങളൊന്ന് പാളിയിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ ശരിയാകും. ഇപ്രാവശ്യത്തെ വീഡിയോ വേറെ ലെവലായിരിക്കും. അതുകൊണ്ട് ഇപ്രാവശ്യം കറക്റ്റ് പാളിപ്പോണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതെ, പ്രൈസ് നിങ്ങൾക്ക് ഓഫർ പ്രൈസ് എഴുതി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഡൺ. അപ്പൊ A56 5G എത്ര? 1300 പിടിക്കുക. 1300 ദിർഹത്തിന് നല്ല റേറ്റും ആണ്. നല്ല ഓഫറുമാണ്. 1300 ദിർഹംസിന് 256 GB അത് TDR കൊടുക്കുന്നത്. പിടിക്കുക മക്കളെ. A56 ഈ പ്രൈസ് നിങ്ങൾക്ക് എവിടെ കൊടുക്കില്ല. നിങ്ങൾക്ക് തപ്പി വയ്ക്കുക. ഓക്കെ, നമുക്ക് FE കൊടുക്കല്ലേ? ഓക്കെ, FE തുടങ്ങാല്ലേ? FE നമുക്ക് കുറേ ദിവസം
പ്ലസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന 1525 കൊടുക്കുന്ന അതിൽ ഇപ്പൊ അതിൽ തന്നെ നിൽക്കുന്നുണ്ട്, വില കൂടുതൽ ചെയ്തിട്ടില്ല. പക്ഷേ ഒരു 5 നിമിഷം കൊടുക്ക്, കുറഞ്ഞല്ല ഞങ്ങൾ കുറക്കാണ്. അപ്പൊ ആരും കമന്റ് ഇടുന്ന 5 കുറച്ചതുകൊണ്ട് കുറയാത്തതുകൊണ്ട് നിങ്ങൾ എപ്പോഴും പറയുന്ന അതേ വാക്കായിപ്പ് ഉണ്ടാകുന്ന വെച്ചിട്ട് ഒന്ന് ചേഞ്ച് ആക്കിയാണ് 1520 256 GB S24 FE. അതാ പിടിക്കുക S24 FE ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരുപാടായിട്ട് നല്ല ഒരേ പ്രൈസ് തന്നെയാണ്, ഏകദേശം ഒരേ പ്രൈസാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സാധനമാണ്. അതായത് പിന്നെ ബെസ്റ്റ് ഓപ്ഷനാണ് അല്ലേ? ബെസ്റ്റ് ഓപ്ഷനാണ്, ബിഗ് സ്ക്രീൻ ആണ്, നല്ല ഫോണുമാണ്, 24 ആണ് ഇപ്പോൾ ലേറ്റസ്റ്റ്, ഒരു അത്യാവശ്യം മുന്നത്തെ ഓഫറാണ്. കുറഞ്ഞ പൈസയ്ക്ക് സാംസങ് ഒരു കിടിലൻ ഫോൺ വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു കിടിലൻ ഫോൺ തന്നെയാണ് FE. ഒരുപാട് ഓഫർ ഇട്ടാണ്, ഒരുപാട് ചിലവായതാണ്. ഇനി വാങ്ങാനുള്ളവർക്ക് TDR ഉണ്ട്, 5 രൂപ വീണ്ടും കുറച്ചിട്ട് വെച്ചാൽ മതി. FE TDR S24 കൊടുത്തോ. പിടിക്കുക S24 എത്ര S24 8 GB RAM ആണ് വരുന്നത്, 256 GB മെമ്മറി ആണ്. അതിന് കൊടുക്കുന്നത് 2000 dirhams കൊടുക്കാം. പിടിക്കുക 2000 ദിർഹത്തിന് S24. ആരും S24 വീഡിയോ ഇട്ട സമയത്ത് S24 വെറും 2000 ദിർഹം ഉള്ളൂ എന്ന് ചോദിച്ചില്ല. അതെ, വെറും 2000 ദിർഹത്തിന് കൊടുക്കുന്ന ഓഫർ. S24 പ്ലസ് പ്ലസ് ഓക്കെ കൊടുക്കി 2350 256 GB 12 GB RAM ആണ് കേട്ടോ. 8 GB അല്ല, 12 GB RAM ആണ്. പുറത്തുനിന്ന് എടുക്കുമ്പോൾ 8 GB RAM വരിക, ഇവിടുന്ന് എടുക്കുമ്പോൾ നമുക്ക് 12 GB RAM വരും TDR ഒക്കെ. അതുപോലെ തന്നെ 256 GB മെമ്മറിയാണ്, 2350 256 GB കൊടുക്കുക. അതുപോലെ തന്നെ 512 GB ആണെങ്കിൽ നമുക്ക് 2900 കൊടുക്കാം. 2900 അല്ല, പിന്നെ മാറി 2650 കൊടുക്കാം. 300 ഓക്കെ അല്ല, അത് ഓഫർ കിട്ടിയിട്ടുണ്ട്. 512 GB എത്ര ഇപ്പോ? 2650 512 GB. ഓക്കെ, 256 GB ആണെങ്കിൽ 2350 300 വ്യത്യാസം. 2350. അപ്പോൾ ആ പ്ലസിന്റെ അതായിട്ട് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാം. അപ്പോൾ നമ്മൾ സാംസങ്ങിന്റെ ചെറിയ ഫോണുകൾ മുതൽ FE പറഞ്ഞു, പ്ലസ് പറഞ്ഞു, S24 പറഞ്ഞു. ഇനി വേറെ ലെവൽ ഓഫറാണ് അടുത്ത് S24 അൾട്ര കൊടുക്കണ്ട. അൾട്ര S23 ഒക്കെ പരിപാടി കഴിഞ്ഞാ? S23 നിർത്തി, കമ്പനി പോയി. S24 അൾട്ര ഇല്ലപ്പോ, ലിവിന് പോയി. S23 അൾട്ര നിർത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. S24 അൾട്ര പ്രത്യേകം നോട്ട് ചെയ്യുക. S23 അൾട്ര ഇപ്പൊ മാർക്കറ്റിൽ സാധനം ഇല്ല. ഏതെങ്കിലും എവിടെയെങ്കിലും കുറച്ച് സ്റ്റോക്ക് വരികയാണെങ്കിൽ കൊണ്ടുപോയി ഓഫർ ഇടും. പക്ഷെ നോർമലായിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട് 22 ഉണ്ടോ, 21 ഉണ്ടോ, 23 തന്നെ കിട്ടുന്നില്ല. പിന്നെ എവിടെ 22 21 ഒക്കെ കിട്ടും. നിങ്ങൾ ഇതൊക്കെ സാധനം മാർക്കറ്റിലുണ്ട്, അതൊക്കെ റീഫർബിഷ് ആണ്, വെറുതെ വാങ്ങിപ്പെടണ്ട. അതിൻ്റെ കൂടെ കുറച്ചും കൂടി പൈസ കൂടി S24 അൾട്രോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് A56 അതെടുക്കാൻ പൈസ കുറവാണെങ്കിൽ A56 എടുത്ത് അടിപൊളി മൊബൈലാണ്. അപ്പോൾ നിങ്ങൾ വെറുതെ റീഫർബിഷുമായിട്ട് പെടണ്ട, നിങ്ങളുടെ പൈസയാണ്. അതുകൊണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടു. അതുകൊണ്ട് നിങ്ങളെ നോക്ക് ഒറ്റ വാക്കിയല്ലോ 23 അൾട്രേനെ ഇപ്പോൾ കമ്പനി പ്രൊഡക്ഷൻ ഇല്ല. പിന്നെ അതിൻ്റെ മുന്നത്തെ മോഡൽ കിട്ടുമില്ല, നിങ്ങളൊന്നും ചിന്തിച്ചൊക്കെ. അതുകൊണ്ട് പൈസ വെറുതെ പെടണ്ട. സാധനം അവിടെയൊക്കെ നല്ല മിന്നു നല്ല പൊന്നല്ലാന്ന് പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് അതെ. ഇപ്പൊ എന്താ ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് ചോദിച്ചാൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് ചോദിച്ചാൽ, ഇപ്പോൾ S25 അൾട്ര ഇറങ്ങിയപ്പോൾ S22 S23 അൾട്ര എടുക്കുമ്പോൾ വില കുറവിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ കൊടുക്കുന്നത് ഈ S24 അൾട്ര ആണെങ്കിൽ കൂടെ വളരെ പ്രൈസ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് S24 അൾട്ര S25 അൾട്ര മേടിക്കാം. ഇപ്പോൾ ദുബായിലൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയൊക്കെ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഓരോ പഴയ മോഡൽ വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ്, അത് ഉണ്ടാവില്ല, ഡിസ്കണ്ടിന്യൂ. ഇപ്പോൾ നാട്ടിലെ ചെറിയ കടകളിലോ അല്ലെങ്കിൽ വേറെ ചെറിയ കടകളിലൊക്കെ പണ്ടത്തെ വിൽക്കാത്ത സാധനങ്ങളൊക്കെ 1-2 സ്റ്റോക്ക് ഉണ്ടാവും. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ ട്രെൻഡിനനുസരിച്ചാണ്. ലാലേട്ടൻ്റെ തുടരും പറഞ്ഞ പോലെ നമ്മൾ S24 S25 ആയിട്ട് തുടരും അല്ലേ? എന്താ ഇടയ്ക്കിടെ ഫോൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ മറ്റന്നാൾ 2 ദിവസത്തെ ബിസിനസിന്റെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന്റെ റീപ്ലൈ ഇങ്ങനെ വന്നുകൊടുക്കുകയാണ്. കാരണം നൈറ്റിൽ നാളത്തേക്ക് സ്റ്റോക്ക് എടുക്കണല്ലോ. ഓഫർ സാധനങ്ങൾ കൊണ്ടുവരാം നമ്മൾ. ഓക്കെ, അപ്പൊ അൾട്ര പറഞ്ഞില്ലേ? അൾട്ര പറഞ്ഞില്ല, പ്രൈസ് പറഞ്ഞില്ലേ, കളിച്ചിട്ടുള്ളൂ. ഓക്കെ, സോറി കേട്ടാ, ഒരു കോൾ വന്നുകൊണ്ടാണ് കസ്റ്റമർ എല്ലാവരും സോറി പറയണേ. S24 അൾട്ര 256 GB ബ്ലാക്ക് കളർ അടിപൊളി വില കയറാം. ബ്ലാക്ക് കളർ 2770 2770 ബ്ലാക്ക് കളർ S24 സ്പെഷ്യൽ ഓഫർ പറയുന്നുണ്ട്. കളർ കറക്റ്റ് പറയുന്നുണ്ട്, കൺട്രി കറക്റ്റ് പറയുന്നുണ്ട്, TDR തന്നെ പറയുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് നോർമലാണ്, നോർമൽ തന്നെ പറയും, ഒരു വ്യത്യാസമില്ല. ഇപ്പം പറഞ്ഞ മോഡൽ മുഴുവൻ TDR ആണ്. ഐഫോണിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമ്മൾ വേറെ കണ്ടന്റുള്ളത്. അതിൽ ഇന്റർനാഷണൽ വാറന്റി ആണ് വേറെ വെക്കുന്നത്. അതേ സ്ഥാനത്ത് ഐഫോൺ അല്ലാത്ത വേറെ ഏത് സാധനം ഇവിടെ TDR കിട്ടുള്ളൂ. ഐഫോണിലേക്ക് പോകുകയാണെങ്കിൽ TDR ആണെങ്കിൽ TDR എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്, ഒരു മാറ്റം കാര്യമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ കളർ അടക്കം പറയാണ്. കളർ നമ്മൾ ബ്ലാക്ക് കൊടുക്കുന്നത് 2770 ആണ്. ഇനി ആർക്കെങ്കിലും നമുക്ക് ഈ ഒരു കളർ ഗ്രേ കളർ വേണമെന്നുണ്ടെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. 2800 30 ദിനം അധികം കൊടുക്കുകയാണെങ്കിൽ 2800 നിങ്ങൾക്ക് അൾട്ര തരാം, ഇതും തരാം. അപ്പോൾ 2770 ബ്ലാക്ക് കളർ, 2800 ഗ്രേ കളർ അല്ലേ? 2800 ഗ്രേ കളർ ഇട്ടാ. അപ്പൊ ഏത് വന്ന് ഇതിനാണ് സ്പെഷ്യൽ ഓഫർ ഉള്ളത്, ഇതിനുണ്ട്. അപ്പോൾ 12 GB റാം 256 മെമ്മറിയാണ് കേട്ടോ. 12 GB റാം വരും. ഇനി ഇതന്നെ 512 അല്ല ഞാൻ കേട്ടെ, ഇതിൽ വേറെ കളർ വരുന്നുണ്ടോ? ഗ്രേ ബ്ലാക്ക് 2 കളർ വരുന്നത്, അതൊക്കെ സ്പെഷ്യൽ കളറാണ്. അതിനൊക്കെ 50-100 വീണ്ടും കൂടും. ഇതാണ് നോർമൽ കളേഴ്സ്, ഇതാണ് എല്ലാവരും വാങ്ങുന്നത്. അതൊക്കെ റെയർ ആണ്. ഇതൊരു 100 പീസ് പോയാൽ അത് 2-3 ഒക്കെ പോകുള്ളൂ. അപ്പോൾ ഇതാണ് മെയിൻ സാധനങ്ങൾ. അതിൽ ബ്ലാക്ക് ആണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അതിന്റെ കൂടെ തന്നെ ഗ്രേ അത്യാവശ്യം ഒരു 2x3 എന്ന് പറഞ്ഞ അവസ്ഥയിൽ
വ്യത്യാസത്തിലാണ്. രണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അതെ, ഏറ്റവും കൂടുതൽ പോണ സാധനങ്ങളും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓഫർ വേണ്ടി നമ്മൾ വെക്കുന്നു. ഓക്കെ, ഇതിന് 512 ആണെങ്കിൽ ബ്ലാക്ക് ആണെങ്കിൽ 3100 കൊടുക്കും. ഓക്കെ, 3100 ദിർഹം 52 GB സ്പെഷ്യൽ ഓഫർ S24 നല്ല റേറ്റ് ആണ്. 3100 നല്ല റേറ്റ് ആണ്. കാരണം 300 ദിർഹംസിന് വ്യത്യാസം വരുന്നുള്ളൂ. അതേ സമയത്ത് നമുക്ക് ഗ്രേ ആണെങ്കിൽ 3300 ഉണ്ട്, 3200 കൊടുക്കാം. പിടിക്കും 3200 ഗ്രേ കളർ. 512 GB ഗ്രേയും ബ്ലാക്കും വ്യത്യാസമുണ്ട്. ഓക്കെ, 1 TB ഇപ്പൊ സ്റ്റോക്ക് ഇല്ല. ഓക്കെ, 1 TB സ്റ്റോക്ക് ഇല്ല. വണ്ടി സ്റ്റോക്ക് ഉള്ളപ്പോൾ നമ്മൾ ഇല്ലാത്തപ്പോൾ ഇല്ലാന്ന് പറയാം, ഉള്ളപ്പോൾ ഉള്ളതെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് ഞങ്ങൾ ഇല്ലാന്ന് ഇടയ്ക്കിടയ്ക്ക് പറയണം. അതായത് ദിവസം നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാം വെറുതെ പറയല്ല കേട്ടോ, നമ്മൾ കാര്യമായിട്ട് സാധനം ഉണ്ടെങ്കിലും ഉണ്ട് എന്ന് പറയില്ല, ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ പറയേണ്ടി വരും. ഓക്കെ, ഡൺ. വരുന്നതായിരിക്കും വണ്ടിയൊക്കെ പിടിച്ചിട്ട് റാസൽ ഖൈമയിൽ അബുദാബിയിൽ നിന്ന് വണ്ടി പിടിച്ചിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നത് മുഴുവൻ ദൂരത്തുനിന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കി പറയല. ഓക്കെ, അപ്പൊ അടുത്ത് പ്ലസ് ആയിട്ട് പറയുമ്പോൾ പ്ലസിന് ആരാധകരുണ്ടോ? S25 പ്ലസ് നമുക്ക് നല്ല റേറ്റ് കൊടുക്കാം. 256 GB 2800 കൊടുക്കാം. 2800 ദിർഹത്തിന് 256 GB. ഓക്കെ, അതന്നെ 512 GB ആണ് 3100 കൊടുക്കാം. 3100 ദിർഹത്തിന് 512 GB S25 പ്ലസ്. അതെ, ഈ S25 പ്ലസ് S25 അൾട്രയും വലിപ്പം സെയിമാ? ഏകദേശം കുറച്ചൊരു ചെറിയൊരു വ്യത്യാസമുള്ളൂ കേട്ടോ. ഓക്കെ, 1 TB ഉണ്ടോ പ്ലസിന്? പ്ലസിന് 1 TB ഇല്ല, 512 GB ആണ് നല്ല സ്പെഷ്യൽ ഓഫറിൽ. ഇനി നമ്മുടെ രാജാവ് S25 അൾട്രാണെങ്കിൽ ഇത്തവണ നമ്മൾ പൊളിക്കുകയാണ്. ഇവ തകർക്കാൻ പോണ S25 അൾട്ര സ്പെഷ്യൽ പ്രൈസ്. കഴിഞ്ഞ വീക്കിൽ നമ്മൾ കൊടുത്തത് 3350 ദിർഹംസിനാണ്. 3350 കഴിഞ്ഞ വീക്ക് കൊടുത്തത് S25 അൾട്ര സ്പെഷ്യൽ ഓഫർ ആണ്. ഇത്തവണ BBAക്ക് 2 ചാൻസ് തരാം. എനിക്ക് ഇഷ്ടപ്പെട്ട റേറ്റ് പറഞ്ഞാൽ ഞാൻ റേറ്റ് നേരം 3350 നമ്മൾ കൊടുത്തത്. 3350 കഴിഞ്ഞ വീക്ക്. 25 കുറയ്ക്കോ? 25 പോരാ. 25 കുറച്ചാ പോരാ, 25 അല്ല 50 കുറയ്ക്കോ? 50 അതും പോരാ, 2 ചാൻസ് കഴിഞ്ഞ എന്റെ ചാൻസ് ആണ്. 50 ദിർഹത്തിലും കൂടുതലാ. ഞാൻ 100 ദിർഹംസ് കുറച്ച് കൊടുക്കാം. 100 ദിർഹം കുറച്ചിരിക്കണ S25 3250 ദിർഹംസിന് കൊടുക്കും. 3250 ദിർഹത്തിന് ഞെട്ടിക്കണ വില. S25 അൾട്ര വീണ്ടും വില അറിഞ്ഞിട്ടോ. എത്ര വായിക്കോ നിങ്ങൾ എടുത്തോ. ഒരുപാട് സ്റ്റോക്ക് കൊടുക്കുന്നത്, നാളത്തേക്ക് സ്റ്റോക്ക്. അതാണ് ഫോൺ വന്നു കൊടുക്കുന്നത്. ഒരുപാട് സ്റ്റോക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ധൈര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് കൊടുക്കാൻ പോകണം. 3250 ദിർഹംസിന് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും വില. TDR സ്റ്റോക്ക്. TDR വിത്ത് 1 ഇയർ ആപ്പിളല്ല സാംസങ് വാറണ്ടി വിത്ത് 1 ഇയർ സാംസങ് വാറണ്ടി ഉള്ള S25 അൾട്ര ഞെട്ടിക്കണ സാംസങ് കമ്പനി വാറണ്ടി. ഒരു ദിവസം പോലും നിങ്ങൾക്ക് വാറണ്ടി കുറയൂല. ഒരു 1 ഇയർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് 365 ദിവസം കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് 1 ഇയർ വാറണ്ടി സാംസങ്ങിന്റെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പൊ S25 അൾട്ര ഞെട്ടിച്ചു പ്രാവശ്യം. S25 അൾട്ര ഞെട്ടിച്ചു, S24 അൾട്ര ഞെട്ടിച്ചു, ചെറിയ ഫോണുകളെല്ലാം ഞെട്ടിച്ചു. ബാക്കി നിങ്ങൾ കമന്റ് ഇട്ടോ. ഓക്കെ, 512 ഓക്കെ, 512 എത്ര കൊടുക്കുക? അതും 3950 കഴിഞ്ഞ വീക്ക് 900 പേര് നമ്മൾ കൊടുത്തിരുന്നു. ഇത്തവണ ഒരു കാര്യം ഒന്നും കൂടി 25 കുറച്ചിട്ട് 3875 കൊടുക്കും. 3875 512 GB S24 അൾട്ര. S25 അൾട്ര അല്ല, S25 അൾട്ര. ഇടക്കിടക്ക് വണ്ടി റിട്ടേൺ അടിക്കുന്നു കേട്ടോ. കുറച്ച് മാറ്റി പറയുന്നുണ്ട്. എന്നാൽ നമ്മുടെ ചങ്കുകൾ ഇങ്ങനെ നോക്കി സെറ്റ് ആക്കിയോളൂ. ഓക്കെ, 1 TB കൊടുത്ത 1 TB ആണ് 4600 കൊടുക്കാം. 4600 ദിർഹം 1 TB S25 അൾട്ര TDR with 1 year സാംസങ് വാറണ്ടി. വില കുറഞ്ഞ പറയാൻ കേട്ടോ. ഒരുപാട് ആൾക്കാർ കമന്റ് ഇടുന്നത് നമ്മുടെ വീഡിയോ ലോങ് ആകുന്നതിനെ കൊണ്ടാണ് നമ്മൾ കുറച്ച് ചുരുക്കി പിടിക്കുന്നത്. എന്നാലും അത്യാവശ്യം നമുക്ക് എന്താക്കാം, കുറച്ച് മിക്സ് ആക്കാം. X9C 5G 12GB 256 മെമ്മറി 128 MB ക്യാമറ 6600 mAh ബാറ്ററി. അതെ, താഴെ വീണാലൊന്നും ആ ഒരു മോഡൽ ഒരുപാട് ആൾക്കാർ വീഡിയോ ഒക്കെ കണ്ടായിരിക്കും. വീണ്ടും പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ബെസ്റ്റ് റേറ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ ബഡ്സും ഫ്രീ കൊടുക്കുന്നുണ്ട്. 1175 ദിർഹംസിന് കൊടുക്കാം. 1175 ദിർഹംസ് ആണ് ഇപ്പോൾ അത് ഓടുന്ന റേറ്റ്. നിങ്ങൾക്ക് കൊടുക്കുന്ന റേറ്റ് വെറും 1175. 1175 ദിർഹത്തിന് ബഡ്സും ഫ്രീ ഉണ്ട് കേട്ടോ. അപ്പൊ ഹോണർ X9C 5G വേണ്ട ആൾക്കാരൊക്കെ നല്ലൊരു കിടൽ ഓഫറാണ്. വിത്ത് ബഡ്സും കിട്ടും. ഓക്കെ, ഇത്രയും പറഞ്ഞ മോഡൽ മുഴുവൻ TDR. ഇനിയാണ് നമ്മൾ ആപ്പിളിലേക്ക് പോകുന്നത്. ആപ്പിളിലേക്ക് പോകുമ്പോൾ മാത്രമാണ് ചില സാധനങ്ങൾ ഇന്ത്യൻ്റെ ആയിരിക്കും, ചില സാധനം ജപ്പാന്റെ ആയിരിക്കും, ചില TDR ആയിരിക്കും. TDR ആണെങ്കിൽ കറക്റ്റ് TDR എന്ന് പറയും. ഇനി ഇന്ത്യൻ്റെ ആണെങ്കിൽ ഇന്ത്യൻ എന്ന് പറയും. ഒരു വ്യത്യാസമില്ല. പറയുന്ന എന്താണ് വീഡിയോ പറയുന്നത് അതേ രീതിയിൽ നിങ്ങൾക്ക് സാധനം കിട്ടുകയും ചെയ്യും. അതെ, ഇപ്പോൾ ഐഫോൺ നിങ്ങൾക്ക് അറിയാമല്ലോ സംഭവം. TDR ആണെങ്കിലും എല്ലാണെങ്കിലും വിത്ത് 1 ഇയർ ഇന്റർനാഷണൽ വാറണ്ടിയാണ് കിട്ടുക ആപ്പിളിന്. ഓക്കെ, വില പറയില്ല. തുടങ്ങ വെട്ട് പൊട്ടിക്കല്ലേ. കഴിഞ്ഞ പ്രാവശ്യം വില കൂടിയ പ്രാവശ്യം വില കുറയ്ക്കും. അതിൽ ഒരാൾ കമന്റ് ഇട്ടിരുന്നു. അപ്പൊ കമന്റ് ഞാൻ ചെക്ക് ചെയ്തതാണ്. അപ്പൊ കമന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഇന്ത്യൻ്റെ എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു. TDR അതിന്റെ കൂടെ പറയുന്നുണ്ട്. പക്ഷെ ആള് ഇവിടെ വന്നിട്ട് പറഞ്ഞു വീഡിയോയിൽ പറഞ്ഞത് TDR ആണ്, നിങ്ങൾ മാറ്റി പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വീഡിയോയിൽ കറക്റ്റായിട്ട് വീഡിയോ കാണിച്ചു കൊടുത്തു. അപ്പോൾ ആൾ പറഞ്ഞാൽ ഞാൻ മെസ്സേജ് അയച്ചോ പറയുന്നത്, മെസ്സേജും കേൾപ്പിച്ച് നോക്കുമ്പോൾ പറഞ്ഞു. പക്ഷേ ആള് നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ടാണ് നമ്മൾ രണ്ടും പറയുന്നത്. TDR ഒക്കെ ചില സമയത്ത് 50-100 ചിലപ്പോൾ 200 ദിർഹംസ് വ്യത്യാസം വരും. അത് കറക്റ്റായിട്ട് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾ
ആ ഒരു പ്രതീക്ഷ ഒരിക്കലും നമ്മൾ പറഞ്ഞ വാക്ക് മാറ്റാനുള്ള ഒരു ചാൻസും ഇല്ല. എന്താണ് വീഡിയോയിൽ പറയുന്നത് ആ സാധനം ആ റേറ്റ് നിങ്ങൾക്ക് തരും. അതുകൊണ്ടാണ് കറക്റ്റായിട്ട് കൺട്രി അടക്കം പറയുന്നത്. നമ്മൾ പകുതി മനസ്സിൽ പകുതി പുറത്തു വരുന്ന പരിപാടിയില്ല. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ വിശ്വസിച്ച് വരുമ്പോൾ ആ സാധനം തരുന്നത് ഞങ്ങളുടെ ബാധ്യതയാണ്. വെറുതെ ഒരു ടൈം പാസിന് വേണ്ടി വീഡിയോ ചെയ്യുന്നില്ല. ഇപ്പോൾ സമയം കറക്റ്റായിട്ട് BBN എടുക്ക് തെറ്റിപ്പോകുന്നത് വെച്ചാൽ BBN ജോലിയും കഴിഞ്ഞ് വണ്ടിയൊക്കെ ഓടിച്ച് ഫാമിലിയൊക്കെ ഉണ്ട് ഇവിടെ, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോ കൊണ്ടുതരാം നല്ല റേറ്റ് തരാമെന്ന് വിചാരിച്ചിട്ടാണ് BBA വീഡിയോ ഇടുന്നത്. അതുകൊണ്ടാണ് കുറച്ച് അങ്ങോട്ട് പിന്നെ പുളിയും ഉപ്പും എന്നാൽ എരിവൊക്കെ ഉള്ള വായല്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോലോ. അതുകൊണ്ടാണ് ചിലപ്പം റേറ്റ് അങ്ങോട്ട് മാറിപ്പോയത്. എന്നാലും കറക്റ്റായിട്ട് BBAയിലേക്ക് ഞാൻ ഒരാൾ എന്തായാലും കറക്റ്റ് റേറ്റ് പറഞ്ഞിട്ട് ചില സമയത്ത് മാത്രമാണ് ഒന്നങ്ങോട്ട് നമ്മൾ ബ്രേക്ക് കിട്ടൂല വണ്ടി പോയി കൊണ്ടിരിക്കുമ്പോൾ. അല്ല അത് പറയുമ്പോൾ തന്നെ തെറ്റ് മാത്രമാണ്. അല്ലാതെ പക്ഷം നമ്മൾ പറയണ വിലയിൽ നിന്ന് 1 രൂപ പോലും നിങ്ങൾക്ക് അങ്ങോട്ട് കൂടില്ല. ഇപ്പൊ TDR ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യ ഏതായാലും വേർഷനും കാര്യങ്ങൾ കളർ അടക്കം വെച്ച് പറഞ്ഞിട്ടാണ് നമ്മളിത് പറയണത്. ഇപ്പോൾ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നാലും 10 പോസിറ്റീവ് കമൻറ്റ് വരുന്നത് നമ്മൾ കാണും, അല്ലെങ്കിൽ 100 നെഗറ്റീവ് കമൻറ്റ് വന്നാലും 1000 പോസിറ്റീവ് കമൻറ്റ് വരുന്നത് നമ്മൾ കാണും. എന്താ വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ഇത് ഭയങ്കര ഇതാണ് ഫോൺ മേടിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ അപ്ഡേറ്റ്സ് ഒക്കെ വലിയൊരു കാര്യമാണ്. അപ്പോൾ കുറച്ച് നിങ്ങളും കൂടെ ഒന്ന് ജസ്റ്റ് അല്ലേ സെറ്റ് ആക്കുക. വീഡിയോ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്. കസ്റ്റമർ മാത്രമല്ല ഷോപ്പുകാർ പോലും നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർ പോലും ചിലപ്പോൾ അതേ റേറ്റ് അല്ലെങ്കിൽ 1 ദിറംസ് 5 ദിറംസ് കുറച്ചിട്ട് അവർ പോലും ഇടുന്നുള്ളൂ. അതുവരെ കസ്റ്റമർക്ക് മാക്സിമം അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കറക്റ്റായിട്ട് 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ടിക്ടോക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കറക്റ്റായിട്ട് വില കുറയുമ്പോൾ കുറച്ചിട്ടും അതുപോലെ മാർക്കറ്റ് എന്താണ് ഇപ്പോഴത്തെ അവൈലബിൾ അതൊക്കെ കറക്റ്റായിട്ട് ഡീറ്റെയിൽ പറഞ്ഞിട്ട് വീഡിയോ ഇങ്ങനെ ഇടാണ്. വീഡിയോന് ഒരു ക്ഷാമവും ഇല്ല. അപ്പോൾ ഇതൊക്കെ ഇടുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പ്ലസ് അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് പോസിറ്റീവാണ്, ഞങ്ങൾക്ക് കച്ചവടം കൂടി കിട്ടണം. രണ്ടും ഉദ്ദേശമാണ്. അപ്പോൾ നിങ്ങൾ ഒരു പാലാണല്ലോ, പാലത്തിൽ എന്തായാലും ഒരു മാത്രം പാലം പോലും തിരിച്ചു വരണമല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അതുകൊണ്ട് കമൻറ്റ് ഇടുന്നതിൽ ഒരു പിശുക്കും കാണിക്കരുത്. നിങ്ങൾ കമൻറ്റ് വാച്ചും കാര്യമൊക്കെ ഗിഫ്റ്റ് ചെയ്യുന്നത് ആ വാച്ചിൻ്റെ വാല്യൂ അല്ല, കാരണം നിങ്ങൾ നമുക്ക് തരുന്ന സപ്പോർട്ടും നമ്മൾ നിങ്ങൾക്ക് തരുന്ന ഒരു സപ്പോർട്ടും വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ റേറ്റും അല്ല വരുന്നത്. നിങ്ങൾക്ക് തരുന്ന ആ ഒരു വാല്യൂ നിങ്ങൾക്ക് നമുക്ക് ആ ഒരു കമൻറ്റ് പോളിസി അതെ ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഇത്രയും കാര്യമായിട്ട് ഇവിടെ വന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ച് പറയണമെങ്കിൽ തന്നെ എനിക്കറിയാം 24 മണിക്കൂർ നമ്മൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. 24 മണിക്കൂറും ആഴ്ചയിൽ വീഡിയോ ഉണ്ട്, ദിവസങ്ങൾ വീഡിയോ ഉണ്ട്. ഇത് ഇടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത്രയും 100% ഉറപ്പും ഇത് സാധനം വിശ്വസിച്ച് മേടിക്കാൻ പറ്റുന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. നമ്മുടെ വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ചതിയൊന്നും പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത്രയും കാലമായിട്ട് ഇവിടെ ഈ വീഡിയോ ഇട്ട് ഇടില്ല. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, ഈ സാധനത്തിന് വില കുറച്ച് കൊടുക്കുന്നുണ്ട്, ഇതൊക്കെ ഒറിജിനലാണെന്ന് ഇന്നും ഡൗട്ട് അടിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഏത് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇനി വാറണ്ടി ഇഷ്യൂ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഷോപ്പിൽ വരാം, ഒരു വിഷയമല്ല. കാരണം നിങ്ങൾക്ക് സ്റ്റോറിൽ തന്നെ കൊണ്ടുപോയാൽ തന്നെ അറിയാൻ പറ്റും. അതൊന്നുമല്ല ഇപ്പോൾ എല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ ഇനി ആപ്പിളിൻ്റെ സാധനമാണ് നിങ്ങൾക്ക് ആപ്പിൾ വാറണ്ടി ചെക്ക് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതിൻ്റെ സാംസങ്ങിൻ്റെ ആണ് അതിൻ്റെ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാത്തിനും ഇപ്പോൾ ഓപ്ഷൻ ആരും അങ്ങനെ പറ്റിക്കുന്ന പരിപാടി ഇപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കില്ല. എല്ലാവർക്കും അത്യാവശ്യം നോളജും കാര്യങ്ങളും കാരണം ഒരുപാട് വീഡിയോസും കാര്യം എല്ലാവരും ഇടുന്നതാണ്. അതുകൊണ്ട് അതൊക്കെ കണ്ട് നിങ്ങൾക്ക് അറിയാം. പിന്നെ വില കുറവെന്ന് വെച്ചാൽ അത് ഞങ്ങളെ സീക്രട്ടാണ്. നമ്മൾ ഒരുപാട് സ്റ്റോക്ക് എടുക്കുമ്പോൾ അതുപോലെ ഞങ്ങൾക്ക് കമ്മീഷൻ ഉണ്ട്. ഒരു ഫോൺ മറ്റേ ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും അതിന്റെ സീക്രട്ട് എന്ന് പറഞ്ഞാൽ ആ സീക്രട്ട് മാത്രം പറഞ്ഞില്ല. അത് നമ്മൾ ഒരുപാട് സ്റ്റോക്ക് എടുക്കും പറയാം, ഒരുപാട് സ്റ്റോക്ക് എടുക്കുന്നുണ്ട്. ഒന്ന് രണ്ടാമത്തെ പ്ലസ് പോയിന്റ് വെച്ചാൽ നമുക്ക് ഇതൊക്കെ ഒരു ഫോൺ വിറ്റ് കഴിഞ്ഞാൽ ഇത്ര കമ്മീഷൻ ഉണ്ട്. അതൊക്കെ കുറച്ചിട്ടാണ് നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ പോവുക, ലാഭം കുറവ്. ഒരു ഒറ്റയടിക്ക് ഒരാളെടുത്ത് ലാഭം എടുക്കണമെന്നില്ല. ക്വാണ്ടിറ്റി കൂടുതൽ പോകുമ്പോൾ അപ്പോൾ ഒരു 10 പീസ് വിൽക്കുന്നിടത്ത് 100 പീസ് വിറ്റ് കഴിഞ്ഞാൽ 10ന്റെ ലാഭം കിട്ടും. 10 വിറ്റിട്ട് നമ്മൾ കുറച്ച് കൊടുക്കുമ്പോൾ കസ്റ്റമർ കുറയും. അതിൽ നല്ലത് നമ്മൾ വില കുറച്ച് കൊടുക്കുക. കസ്റ്റമർ ഹാപ്പി, ഞങ്ങളും ഹാപ്പി. ഒരുപാട് സ്റ്റോക്ക് പോകുമ്പോൾ നിങ്ങൾ ഞങ്ങളെ കസ്റ്റമറായി നമുക്കൊരു കസ്റ്റമർ സ്റ്റാഫിനൊരു റീഫർ മൈൻഡൊക്കെ ചേഞ്ച് ആവും. അല്ലാണ്ട് ഇപ്പോൾ ഒരു കസ്റ്റമർ വരിക പിന്നെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ആയിട്ട് വേറെ കസ്റ്റമർ വരിക. നമ്മൾ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എപ്പോഴും ഷോപ്പിൽ ഫുള്ളായിരിക്കും. കാരണം ഇത് കൊടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഇത്രയും വില കുറച്ചിട്ട് കസ്റ്റമർ വിശ്വാസമുള്ള സാധനം കൊടുക്കുമ്പോൾ കസ്റ്റമർ ഒരുപാട് വരുന്നുണ്ട്. വില കുറച്ച് കൊടുക്കുക, അതിന് ഒരുപാട് ലാഭം വേണ്ട. ഒരു 100-200 ഒക്കെ ഒറ്റയ്ക്ക് ലാഭം വേണ്ട. 10-20 കിട്ടിയമായി ഒരു 100 ആൾ വാങ്ങിക്കഴിഞ്ഞാൽ എത്രയായി നിങ്ങളുടെ കൂട്ടിയൊക്കെ നമുക്കത് മതി. ലാഭം കുറച്ച് കച്ചവടം കൂട്ടിയാണ് നമ്മൾ അത്രയും 100% ജെനുവിൻ ആയിട്ടാണ് തരുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ 1000-ലോ 2000-ലോ ഒരു ആക്റ്റീവ് പീസ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ തുറന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ആക്റ്റീവ് പീസ് വന്ന് തുറന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ആക്റ്റീവ് പീസ് വന്നത്. അതിൽ ഇത് അത്രയും ബൾക്കായിട്ടാണ് ഇവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും വിൽക്കുന്ന കടയാണ് എവർസിറ്റി. അപ്പോൾ അതൊന്ന് ഇപ്പോൾ 1000 പീസോ 2000 പീസോ വിൽക്കുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾ തന്നെ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഈ തല മുതൽ ഈ തല വരെ തന്നെ നോക്കി എത്ര ഫോണുകളുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇത്രയും സ്റ്റോക്കും കാര്യങ്ങളും ഹോൾസെയിലും റീറ്റെയിലൊക്കെ ചെയ്യുമ്പോൾ 1000 പീസ് ഒരു പീസിനൊക്കെ പ്രശ്നം വന്നാൽ പ്രശ്നം വരുന്നത് പറഞ്ഞാൽ വലിയ പ്രശ്നമല്ല, ആക്റ്റീവോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ നോട്ടീസ് ചെയ്ത് അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ ഉണ്ടായിക്കൊടുക്കുന്നത് അത്രയും 100% ഷുവർ ആയിട്ടാണ്. തീർച്ചയായും നിങ്ങൾക്ക് പിന്നെ വാറന്റിയുടെ കാര്യത്തിൽ ബ്രാൻഡ് ന്യൂ അല്ലാതെ ഒരു സാധനം തരൂല. ഒന്ന് ബ്രാൻഡ് ന്യൂവേ തരുള്ളൂ.
ബ്രാൻഡ് ന്യൂ തരും. പിന്നെ അതുപോലെ വാറണ്ടി നിങ്ങൾക്ക് അവിടെയാണ് 364 365. നിങ്ങൾ എപ്പോഴാണ് ഇവിടുന്ന് സാധനം വാങ്ങിയത്, എപ്പോഴാണ് ആക്റ്റീവ് ആയത്, അന്ന് മുതൽ കറക്റ്റായിട്ട് ഞങ്ങളെ ഷോപ്പിൽ നിന്ന് വാങ്ങി ആ ദിവസം മുതൽ 365 1 ഇയർ കറക്റ്റായിട്ട് ഞങ്ങളെ വാറണ്ടി അല്ല, ഏതാണ് സാംസങ് ആണ് സാംസങ് വാറണ്ടി, ആപ്പിൾ ആണ് ആപ്പിൾ വാറണ്ടി. അതിൽ ഒരു ദിവസം പോലും നിങ്ങൾക്ക് മൊബൈൽ ഷോ കുറവാ കാണിക്കുന്നതാണെങ്കിൽ പോലും ഞങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് 365 തന്നിരിക്കും. കാരണം അത് നിങ്ങൾ ഞങ്ങളെ വിശ്വസിച്ചിട്ട് വാങ്ങുന്നത്. അതിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും കൺഫ്യൂഷനും വേണ്ട. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറയാൻ വന്നതെന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. 100% വിശ്വസിക്കുക, നമ്മൾ തുടരും. അപ്പൊ നമ്മൾ കാര്യം പറയല്ല, ഒരുപാടുണ്ട് പറയാൻ. സാംസങ് പറഞ്ഞു തീർത്തുള്ളൂ. ഐഫോൺ ഉണ്ട്. ഐഫോൺ നമുക്ക് 13 തുടങ്ങാം. ഐഫോൺ 13 അത് TDR ആണ്. TDR നമുക്ക് 1600 കൊടുക്കാം. 1600 128 GB ആണ്. ഓക്കെ, അത് നമുക്ക് 512 ആണെങ്കിൽ നമുക്ക് ഒരു കാര്യം 2250 കൊടുക്കാം. 2250 ദിനത്തിന് 512 GB ഐഫോൺ 13. ഓക്കെ, അതിന് നമുക്ക് ഐഫോൺ 14 ആണെങ്കിൽ 2000 ദിനം കൊടുക്കാം. ഇന്ത്യന്റെ സാധനമാണ് കേട്ടോ. ഐഫോൺ 14 വരുന്നത് ഇന്ത്യന്റെ ആണ്. ഐഫോൺ 14 ഐഫോൺ 14 ഇന്ത്യയുടെ സാധനം എത്ര പ്രൈസ്? വെറും 2000. 2000 ദിനത്തിന് ഐഫോൺ 14 ഗിഫ്റ്റ് TDR ആണെങ്കിൽ ജസ്റ്റ് 25-50 ദിറംസിന് വ്യത്യാസമേ ഉള്ളൂ. TDR ഉണ്ട് അല്ലേ? ഓക്കെ, ഐഫോൺ 14 TDR ഉണ്ട്, 50-25 ദിറം വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, 14 പ്ലസ് ആണെങ്കിൽ 14 പ്ലസ് കൊടുക്കാം. 14 പ്ലസ് മോള അതാ 15 പ്ലസ് അല്ല, ഇത് 14 പ്ലസ് ഇതിലുണ്ട്. 14 പ്ലസ് കിട്ടിപ്പോയി. 14 പ്ലസ് എത്ര? 14 പ്ലസ് നമുക്ക് ഒരു കാര്യം 14 പ്ലസ് നമുക്ക് 128 ആണെങ്കിൽ 2300 കൊടുക്കാം. 2300 128 GB 14 പ്ലസ്. ഓക്കെ, ഇനി 15ലേക്ക് പോവാം. ഇതിൽ 128 ഇല്ല, 14 സ്റ്റോപ്പ് ആയി. 14 പ്ലസിൽ ഇതിലിപ്പോ ഏത് കളറുള്ളത്? 14 പ്ലസ്. 14 പ്ലസിൽ ഏതാ കളറുള്ള? ഏതാ മൊത്തം 14 പ്ലസിൽ കളറുള്ള? 120 കളർ ഏതൊക്കെ ഉണ്ട്? 256 പർപ്പിളും 128 ഏതാ കളറുള്ള? ഓക്കെ, 128 2-3 കളർ ഉണ്ട് അല്ലേ? ഇതേതാ കളർ? ഇതേതാ കളർ നോക്കി പറഞ്ഞാ ഇങ്ങനെ ഇപ്പൊ വന്നിട്ടുണ്ട്. മിഡ് നൈറ്റ്. അതാ, ഇത് മിഡ് നൈറ്റ് കളറാണ് സംഭവം ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ. അപ്പൊ കളറൊക്കെ നാളെ അറിയാൻ പറ്റുള്ളൂ. നാട്ടിൽ വന്നിട്ടുള്ളൂ സംഭവം അല്ല, നാട്ടിൽ അവൻ വന്നല്ലോ. സാധനം വന്നു, ഓഫറിന്റെ സാധനം വന്ന്. ഇത് മിഡ് നൈറ്റ് കളറാണ്. ഓക്കെ ഡൺ. അപ്പൊ നാളെ എല്ലാം സെറ്റിംഗ് നടന്നിട്ട് കളറൊക്കെ കറ്റ് നമുക്ക് ഒരു മെയിൻ പോകുള്ളൂ. ഓക്കെ, അപ്പൊ 128 പറഞ്ഞു. നമുക്ക് 15ലേക്ക് പോകാം. ഓക്കെ, 15ലേക്ക് പോവാണെങ്കിൽ 15ലേക്ക് പോകണം. ഇതാ ഐഫോൺ 15ലേക്ക് പോകണമെങ്കിൽ ഇന്ത്യൻ്റെ ആണെങ്കിൽ നല്ല വില കുറവുണ്ട്. 2300 2300 ഇന്ത്യൻ വെർഷൻ. ഇനി TR ആണെങ്കിൽ 2350. 2350 ദിറം ഓൺലി. 256 GB ആണെങ്കിൽ ഇന്ത്യൻ്റെ ആണെങ്കിൽ 2700. 2700. ഇനി TDR ആണെങ്കിൽ 2750. ഇന്ത്യൻ പ്രൈസും TDR പ്രൈസും 2 വേർഷന്റെ പ്രൈസ് പറയുന്നുണ്ട്. ഇന്ത്യ കിട്ടുന്നതിനേക്കാളും ലാഭമായിട്ട് നിങ്ങൾക്ക് ഇന്ത്യൻ പ്രൈസ് അല്ല, ഇന്ത്യൻ ഐറ്റം നമ്മൾ ദുബായ് ഞങ്ങളിൽ എവർ സിറ്റി തരും. ഓക്കെ, അടുത്ത 15 പ്ലസ് നമ്മൾ അടുത്ത് പോകണം. ഓക്കെ, ഇതിവിടെ കേട്ടോ. 15 പ്ലസ് ആണ് റേറ്റ് കൊടുത്തോ. 15 പ്ലസ് എത്ര കൊടുക്കണം? 15 പ്ലസ് ഇന്ത്യൻ്റെ ആണെങ്കിൽ നമുക്ക് വില കുറച്ച് കൊടുക്കാം. ഇന്ത്യൻ്റെ ആണെങ്കിൽ 15 പ്ലസ് ഇന്ത്യൻ്റെ ഇല്ല, TR ഉള്ളൂ. ഓക്കെ, TDR ആണെങ്കിൽ കൊടുത്തോ. 256 GB 3100. 3100 256 GB. അതെ, അതേ ഉള്ളൂ. പറയാൻ പോകാതെ 15 പ്ലസ് 256 നല്ല പ്രൈസിൽ 3100 അല്ലേ? 15 ഏകദേശം സമയം ഇനി 70 ഇറങ്ങാൻ പോലെ പൊളിക്കാൻ നമുക്ക്. ഇനി കുറച്ച് നമ്മൾ എഡ്ജ് കളിക്കും. അത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഐഫോൺ ഇറങ്ങും. അത് കഴിഞ്ഞ പിന്നെ നമ്മൾ S26 അൾട്ര ഇറങ്ങും. കറക്റ്റായിട്ട് ഒരു 30 days ടൈം ഉള്ളൂ. ഇനി S25 എഡ്ജ് അല്ലേ? S25 എഡ്ജിന് ആരെങ്കിലും ആഗ്രഹിക്കണ്ടേ ഒന്ന് പറയട്ടെ, നമ്മൾ നോക്കട്ടെ. എഡ്ജിന് വെയിറ്റ് ചെയ്യുന്ന കമന്റ് 15 Pro വന്നാ? 15 Pro Max ഉണ്ടാ? 128 മാത്രം വന്നിട്ട് കുറഞ്ഞ പീസേ ഉള്ളൂ. 15 Pro 128 കുറച്ച് വന്നിട്ടുണ്ട്. എത്ര കൊടുക്കാം? നമ്മൾ 2 സാധനം ഇല്ലായിരുന്നു. അതെ, കുറഞ്ഞ സ്റ്റോക്ക് വന്നിട്ട് 128 മാത്രം വന്നിട്ടുണ്ട്. 15 Pro 128 3350. 3350 ടോച്ചമാരെ. 15 Pro തിരിച്ചു വന്നിട്ടുണ്ട് 128 GB. ഓക്കെ ഡൺ. അതല്ല, ഇനി 15 Pro Max ഉണ്ട്. 15 Pro Maxൽ നമുക്ക് 1 TB ഉണ്ട്, 512 ഉണ്ട്, 256 ഉണ്ട്. അത് കറക്റ്റായിട്ട് പറഞ്ഞാ 256 GB ആണ് കേസ് സൗത്ത് ഇന്ത്യ ഉള്ളത്. സൗദി വെർഷൻ ആണ് 3900. 3900 ദിർഹം. സൗദി 1 ഇയർ വാറന്റി ഉണ്ടാവും. ആപ്പിളിന്റെ ഏത് കൺട്രീന്റെ സാധനം എടുത്താലും 1 ഇയർ വാറന്റി ഉണ്ടാവും. സൗദി. ഇനി അതന്നെ നമുക്ക് TRലേക്ക് പോവാണെങ്കിൽ TR സാധനം ഇപ്പൊ സ്റ്റോക്ക് ഇല്ല. ഇനി ജപ്പാന്റെ 512 വരുന്നുണ്ട്. 512 GB ജപ്പാൻ ഐഫോൺ 15 Pro 4200 കൊടുക്കാം. 4300 ദിർഹത്തിന്. ഇനി അതിന്റെ 1 TB ഉണ്ടെങ്കിൽ 4500 കൊടുക്കാം. 4500 അല്ല, 512 GB ആണല്ലേ? 256 3900. 512 ആണെങ്കിൽ 4200. അപ്പൊ കറക്റ്റായി. 1 TB ആണെങ്കിൽ 4500. ഈ 1 TB ഏതാ വെർഷൻ? ജപ്പാൻ.
512GB 1TB ജപ്പാൻ വെർഷനാണ്. നല്ല കിടിലം പ്രൈസിലാണ്. 15 Pro Max ആണ് കേട്ടോ ചമരെ, കിടിലം പ്രൈസ്. 15 Pro Max ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതായത് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു കസ്റ്റമർ യൂസ്ഡ് ഫോൺ വന്നു. അത് കറക്റ്റായിട്ട് ആളെ കാണിക്കണം, ബില്ലൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ നിയമം പേടിച്ചിട്ടാണ്. നിയമം എന്ന് വെച്ചാൽ ഷോപ്പിനെതിരായിട്ട് വീഡിയോ ചെയ്യാനോ അന്ന് പോസ്റ്റ് ചെയ്യാൻ പാടില്ല, എന്തെങ്കിലും കംപ്ലൈന്റ് ചെയ്യാം. പക്ഷെ ഒരു കാരണവശാൽ സോഷ്യൽ മീഡിയയിൽ ആരും ഷോപ്പിൽ നിന്നല്ല ഒരു വ്യക്തിക്കെതിരെ ഒരു വീഡിയോ ചെയ്യാൻ പാടില്ലെന്നാണ് ഇവിടുത്തെ നിയമം. ആരെങ്കിലും കംപ്ലൈന്റ് കൊടുത്ത് നമുക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് മാത്രം ഷോപ്പിന്റെ പേര് പറയാനുള്ളത്. ഒരു ഷോപ്പുകാർ 8ന്റെ പണി, ഒരു കസ്റ്റമർ അവന് ഒരുപാട് സ്വരൂപിച്ച പൈസ ആഗ്രഹിച്ചിട്ട് ഒരു ഫോൺ ഇവിടെ വന്നു. ഞങ്ങളുടെ അടുത്ത് വന്ന കസ്റ്റമറാണ്. ഇവിടെ വന്നപ്പോൾ യൂസറിന്റെ വില പറഞ്ഞു 15 Pro Maxന്റെ. അപ്പോൾ അതിലും 100-150 dirhams കുറവുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ കുറച്ച് അടുത്തുള്ള ഒരു ഷോപ്പിൽ പോയിട്ട് എന്താക്കി ആള് പോയിട്ട് വാങ്ങിക്കൊണ്ടെന്ന് യൂസർ വാങ്ങിക്കൊണ്ടെന്ന്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ ഇത്രയും ദൂരത്ത് വന്നതാണ്, നിങ്ങൾ വില കുറച്ചാന്നില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ മാക്സിമം റേറ്റ് ആണ്, ഇതിലും കുറച്ചാണ് നിങ്ങളുടെ സാധനം എന്തായാലും ഒറിജിനൽ ആവില്ല. അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ കിട്ടിയെന്നാണ്ട് കൊണ്ടുതന്ന് നമ്മൾ സാധനം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ യുഎസ്എന്റെ സാധനമാണ്. യുഎസ്എന്റെ സാധനം നോക്കുമ്പോൾ സിമ്മിടാൻ പറ്റും. ഞാൻ അതിന് വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ഞെട്ടി. അപ്പോൾ ആൾക്ക് കാണിച്ചു, ആള് പറഞ്ഞു സിമ്മിടാൻ പറ്റിയ എന്താ കുഴപ്പമെന്ന്. കാരണം ആൾക്ക് അറിയില്ല ഇതിനെ പറ്റിയിട്ട്. 40 Pro Max മലയാളി മലയാളിയല്ല ചെയ്തത്, പാകിസ്ഥാനിയാണ്. പക്ഷെ അവിടെ ഒരു മലയാളിയും ഉണ്ട് സ്റ്റാഫ്. അപ്പോൾ പറ്റിക്കല് അവിടെ മാത്രമല്ല, മാർക്കറ്റിൽ ഒരുപാട് സ്ഥലത്ത് യുഎസ്എന്റെ സാധനം പിടിച്ചിട്ട് സിം ആക്കിയിട്ട് അതിന്റെ ബോഡിയൊക്കെ ചേഞ്ച് ആക്കിയിട്ടു, അതുപോലെ തന്നെ അതിൽ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ സംഭവം കറക്റ്റായിട്ട് വീട് ഞങ്ങൾ സംഭവം കഴിയുമ്പോൾ ഇതിന് പിന്നെ വേറൊരു പീസ് ഇട്ടിരുന്നു. അതിൽ ആൻഡ്രോയിഡ്, ഐഫോണിൽ ഒരിക്കലും ആൻഡ്രോയിഡ് ഉണ്ടാവില്ല, ആപ്പിൾ സ്റ്റോർ ഉണ്ടാവുക. അതിന് വേറെ ആൻഡ്രോയിഡ് ഉള്ള ഫോൺ ഇതിന് മുന്നേ ഇതേപോലെ തന്നെ വേറെ ആൾ വന്നിട്ട് വിൽക്കാൻ കൊണ്ടതാണ്. അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ആൻഡ്രോയിഡ് വർക്ക് ചെയ്യുന്നു. പണ്ട് ഈ നമ്മുടെ ദുബായ് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ഇത് ഞാൻ അത്യാവശ്യമാണ് ഇത് വിൽക്കുന്നുണ്ട്, കുറച്ച് കുറഞ്ഞു, പിടുത്തം നല്ലോണം ഉണ്ട് പുറത്ത്, അത് കുറഞ്ഞു. പക്ഷെ അവരിപ്പോ ഷോപ്പുകളിലാണ് ഇപ്പൊ സാധനം ചെയ്യുന്നത്. അത് ചെറിയ പൈസ കൊടുത്തിട്ട് എന്നാലും ഓക്കെ. ചൈന മൊബൈൽ ഇപ്പൊ 25 അൾട്രന്റെയോ ഇതിന്റെ ഒക്കെ ചെറിയ മൊബൈൽ 125 രൂപ 150 രൂപയൊക്കെ മാർക്കറ്റിൽ കാണുന്ന ചെറിയ മൊബൈൽ. പക്ഷെ അത് കാണാനൊക്കെ രസമുണ്ട്. അല്ല അത് കാണാൻ മാത്രമേ ഉള്ളൂ, ഉപയോഗിക്കാൻ കൂടുതൽ എങ്ങനെ മേടിക്കുന്നത് വെച്ചാൽ അത് ഒരു രസത്തിന് മേടിക്കാനാണ്. 125 രൂപ 150 രൂപ. പക്ഷെ ഒരു ഉപകാരത്തിന് അത് എത്തൂല. ഇല്ല, അത് ഒരു മാസം ഉപയോഗിച്ചാൽ തന്നെ അതിന്റെ കാര്യം കഴിഞ്ഞു. കാരണം പിന്നെ അത് അങ്ങോട്ട് നീങ്ങൂല ഇങ്ങോട്ട് നീങ്ങാത്ത അവസ്ഥയാണ്. സിമ്മിട്ട് ഉപയോഗിക്കാം. പക്ഷേ മെമ്മറി ഒക്കെ പറഞ്ഞ് 550 250 വെറുതെ വെറുതെ ഷോ ചെയ്യാണ്. അത് ഒരു രസത്തിന് മേടിച്ചിട്ട് ഒരു രസത്തിന് കളിക്കാം. അൾട്രന്റ് ഉണ്ട്, അതുപോലെ തന്നെ ഐഫോൺ ഉണ്ട്. ഒരുപാട് ആൾക്കാർ വാങ്ങണ ആൾക്കാർ കുട്ടികൾക്ക് കളിക്കാൻ അതിലും ഭയങ്കര കോമൺ. ആരോ വീഡിയോ ഇട്ടപ്പോൾ അതിൽ കണ്ടിരുന്നു ഞങ്ങളുടെ അടുത്തുള്ളത് A+ ആണ്, വണ്ടി അടുത്തുള്ളത് B+ ആണെന്ന് പറഞ്ഞിട്ട് തമ്മിൽ അടികൂടി കണ്ടിരുന്നു. ഇത് ഈ സാധനം തന്നെ ചൈനന്റെ ആണ്. അതിലെന്ത് A+, B+. അതായത് ഇത് ചെറിയ സംഭവം ആപ്പിളിന്റെ പോലെ അരിമണി പോലെ ചെക്കിങ് വരികയാണെങ്കിൽ വേറെ അറിയാം. അതായത് കടയിൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ലോഗോ വെച്ച് വിൽക്കാൻ പാടില്ല. ശരിക്കും നിയമതാണ്. അപ്പൊ നിയമത്തിലേക്ക് നമ്മൾ വന്നത്. അതുകൊണ്ടാണ് ഷോപ്പിന്റെ പേര് പറയാത്തത്. 14 Pro Max മുതൽ യുഎസ്എന്റെ സാധനത്തിൽ ഈ സിം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങളെപ്പോൾ യൂസ്ഡ് ആകുമ്പോൾ ശ്രദ്ധിക്കുക, ഈ USA എന്ന് എഴുതിയിരിക്കണം. ബാക്കി കൺട്രിയൊക്കെ വിഷയമല്ല, സിമ്മിടെ ഉപയോഗിക്കുക. അതുപോലെ ഡബിൾ സിം ഇടുന്നതാണ് ഹോങ്കോങ് ചൈനയിൽ ഡബിൾ സിം ഇടുക. ബാക്കി എല്ലാ മൊബൈലും ഒരു ഇ സിം ഒരു ഫിസിക്കൽ സിമ്മാണ് അങ്ങനെ വേണ്ടത്. പക്ഷേ ഈ USA ആണെങ്കിൽ ഈ സിം മാത്രം 40 Pro Max 50 Pro Max 60 Pro Maxൽ USA സിം ഇടാൻ പറ്റില്ല. ഈ സംഭവം നല്ല ഉഷാറായിട്ട് സിം ഇടാൻ പറ്റുന്ന സാധനമാണ്. അപ്പോൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തു. അവിടെ പോയി അവിടെ നിന്ന് പെട്ടെന്ന് കൊടുത്തില്ല. അവനെ പോലീസിനെ വിളിക്കുന്നൊക്കെ കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ വേഗം എന്താക്കി പൈസ കൊടുത്തിട്ട് ആളെ ഒഴിവാക്കി. കാരണം ഇതിൽ വരൂലല്ലോ, ഷോപ്പിനെ പൂട്ടിക്കുമല്ലോ. വന്നത് മലയാളിയാണ്. അതാണ് മക്കളെ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ പോയിട്ട് മേടിക്കണ്ട. നമ്മൾ ഇത്രയും വീഡിയോ പറഞ്ഞിട്ട് കളിക്കല്ലോ ഞങ്ങള്. പറയും. അപ്പോൾ അത് എന്നിട്ട് രണ്ടാമത് കസ്റ്റമർ തിരിച്ചു വന്ന് ഉഷാറാക്കിക്ക്. അപ്പോൾ അവരുണ്ട് കസ്റ്റമർ പോയിട്ടുള്ളത്, അവരായിരുന്നു കസ്റ്റമറെ കെയർ ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്കി കാര്യത്തിൽ പോയിക്കൂടാ. ഓക്കെ ഡൺ. അപ്പോൾ അടുത്ത നമ്മൾ അതിന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാ ഫുൾ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ അപ്പം തന്നെ നമ്മൾ മൊബൈൽ രണ്ടും കാണിച്ചിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെ, മൊബൈൽ ഉണ്ടാക്കുന്ന എന്ന് പറഞ്ഞിട്ട് അല്ലേ? അതെ, മൊബൈൽ ഉണ്ടാക്കുന്ന ആൾക്കാർ. ഓക്കെ ഡൺ. അപ്പോൾ അടുത്ത നമ്മള് 50 Pro Max നമ്മൾ പറഞ്ഞില്ല, ഇനി 16ലേക്ക് പോകല്ലേ? ഓക്കെ, iPhone 16 പ്രൈസ് കൂടിയോ? 16 നമുക്ക് രണ്ടും പ്രൈസ് കൂടിയോ കുറഞ്ഞോ? പ്രൈസ് രണ്ടും ഉണ്ട്, കുറഞ്ഞതുണ്ട് കൂടിയതുണ്ട്. അയ്യോ, പിന്നെന്താ വേണ്ടത്? 16 ഇന്ത്യൻ്റെ ഉണ്ട്, ഉണ്ട്. ഇന്ത്യയുടെ പ്രൈസ് കുറഞ്ഞത് കൂടിയതുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കണമല്ലോ അല്ലേ? ഉണ്ടാക്കുന്നില്ല. ഓക്കെ, ഇത്രയും വില കുറച്ച് വിടുമ്പോൾ ഇപ്പോൾ സംശയം ആൾക്കാർ ഇത് ഉണ്ടാക്കേണ്ടത്. ഇന്ത്യൻ വെർഷനും ഇന്ത്യൻ്റെ ഉണ്ട്, TR ഉണ്ട്. അതെ, ഇന്ത്യൻ വെർഷനും TDR വെർഷനും ഉണ്ട്. ഭയങ്കര ബിസിനസ് ആണല്ലോ ഈ ഇന്ത്യയിലുള്ള സാധനം. ഇന്ത്യക്കാളും വില കുറച്ച് കൊടുക്കണേ എങ്ങനെ നിങ്ങള്? ഒന്നും പറയില്ല. ഒന്ന് ക്വാണ്ടിറ്റി, രണ്ടാമത് കമ്മീഷൻ, ഇതൊക്കെ നമുക്കും കിട്ടും ഇന്ത്യയും കിട്ടും. പക്ഷെ നമ്മളത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും കസ്റ്റമർ വില കുറച്ച് കൊടുക്കാം. അതാണ്ട കളി എന്ന് പറഞ്ഞാൽ കളിയാണ് മക്കളെ. നിങ്ങൾക്ക് വേറെ ലെവൽ ഓഫറാണ് നമ്മൾ തരുന്നത്. ഓക്കെ ഡൺ. ഓക്കെ, അപ്പൊ കൊടുക്കില്ല. iPhone 16 128GB 2550 2550 ആണെങ്കിൽ അതിന്റെ TR ആണെങ്കിൽ 2700 50 രൂപ വ്യത്യാസം. 50 അല്ല, 150 550 2700. ഓക്കെ, അങ്ങനെ 150 രൂപ വ്യത്യാസം. അതന്നെ iPhone 16 256GB ആണെങ്കിൽ
ഇന്ത്യൻ്റെ ആണെങ്കിൽ 2950 2975 റേഞ്ച് വരും. ഓക്കെ അത് കളറിന്റെ വ്യത്യാസത്തിൽ 25 വ്യത്യാസം വരുന്നതാണ്. ഇനി അതന്നെ നമ്മൾ TR പോകുവാണെങ്കിൽ 3150 വരും. 3150 GB. അതിനാണ് ഒരു കസ്റ്റമർ കമന്റ് ഞാൻ കഴിഞ്ഞ കണ്ടിരുന്നു. TR എന്ന് പറയുമ്പോൾ TR എന്ന് പറയൂല, TR ആണെങ്കിൽ 3150 ആണ്. ഇനി ഇന്ത്യൻ്റെ ആണെങ്കിൽ 2950. TRന്റെ വിലയുണ്ട്, ഇന്ത്യൻ്റെ ചെറിയ വ്യത്യാസമാണ്, എന്നാലും വില വ്യത്യാസത്തിലാണോ അത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. രണ്ടിലും ഇന്റർനാഷണൽ വാറന്റി പേടിക്കാനും കാര്യങ്ങളൊന്നും അതിന് വിഷയം വരുന്നില്ല. 16 പ്ലസ് ആണെങ്കിൽ 128 GB 2900. 16 പ്ലസ് ഇത് 16 പ്ലസ് അല്ലേ? അല്ല ഇത് 16 ആണ്. 16 പ്ലസ് ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് കൊടുക്കാം. 16 പ്ലസ് 16 പ്ലസ് 128. 60 പ്ലസ് 128 കൊടുക്കും. 128 നമുക്ക് 2900 ഇന്ത്യൻ കൊടുക്കാം. TR ആണെങ്കിൽ 3100. ഓക്കെ, അപ്പൊ എല്ലാത്തിലും TDR ഇന്ത്യൻ ഉണ്ട്. എല്ലാത്തിലും TDR ഇന്ത്യൻ പ്രൈസ് ഉണ്ട് കേട്ടോ. അപ്പോൾ 16 പ്ലസില് എത്രയായിരുന്നു? 128 ആണെങ്കിൽ 2900. TR ആണെങ്കിൽ 3100. ഓക്കെ, അതിന് 16 പ്ലസ് 256 GB ആണ് 3300 256. ഇനി TR ആണെങ്കിൽ 3500. 200 വ്യത്യാസമുണ്ട്. ഇന്ത്യയുടെയും UAEയുടെയും 200 ദിർഹം 3300 3500. ലേറ്റസ്റ്റ് മോഡലാണ് 200 വരുന്നത്. ബാക്കി ചെറിയ മോഡലൊക്കെയാണ് നമുക്ക് മുന്നേ പറഞ്ഞ 25-15 വ്യത്യാസമുള്ളൂ. ഓക്കെ ഡൺ. അപ്പൊ 16 പ്ലസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡൺ. ഇനി നമുക്ക് 16 Pro TR അടിപൊളി വിലക്ക കൊടുക്കുന്നത്. 16 Pro അത് നമുക്ക് ട്രംപ് ആയിട്ട് സംസാരിച്ച ഒരു നമ്മളന്ന് ആ ബന്ധം കൊണ്ട് കിട്ടിപ്പോയതാ. അതെ, 16 Pro താരിഫ് കുറച്ച് നമ്മൾ മേടിച്ചിട്ടുണ്ട്. താരിഫ് കുറക്കും, അതിന് ഡിസ്കൗണ്ട് തന്നു. ഓക്കെ, 16 Pro കൊടുക്കും മച്ചാന്ന് പറഞ്ഞു. 256 സ്പെഷ്യൽ ആയിട്ട് വിളിച്ചിട്ട് ട്രംപിനെ വിളിച്ചിട്ട് അസ്കറൊക്കെ കൊണ്ടുവന്ന ഓഫർ ഉണ്ടാവും. എന്താ ഓഫർ? 3500 കൊടുക്കും. 3500 ദിർഹത്തിന് സ്പെഷ്യൽ ഓഫർ TDR 16 Pro. തകർത്തു. ഈ ആഴ്ച വേറെ ലെവൽ ഓഫറാണ്. ഈ ആഴ്ച വീഡിയോ കാണുന്നവർക്കുണ്ടല്ലോ കിഡിൽ ഓഫറാണ്. കിഡിലോ 16 Pro നമ്മൾ 256 കഴിഞ്ഞ വീക്ക് കൊടുത്ത് 3950. ഓക്കെ, ഈ വീക്കിൽ നമ്മൾ 25 അല്ല 50 അല്ല 75 കുറച്ച് കൊടുക്കാണ് 3775. 3775 16 Pro 256 വീണ്ടും വില കുറച്ചു. 75 ഓർക്കുമ്പോ 3775 അല്ല 3875. 3950 ഓർക്കുമ്പോ പ്രശ്നമായപ്പോ 75 കുറച്ചാൽ 3875. അതെ, 3875 ഇട്ടോ വെച്ചാൽ 3875 256 GB 16 Pro. അതന്നെ 512. ഇതൊക്കെ TR ആണ് എല്ലാം പറഞ്ഞ TDR ആണ്. ഇനി അതന്നെ 512 ആണെങ്കിൽ 4625 കൊടുക്കാം. 4625 അല്ലേ? ഓക്കെ, അതൊന്നല്ല 1 TB ആണെങ്കിൽ പൊളിച്ചടക്കിട്ട് കൊടുക്കാം 5300 കൊടുക്കാം. 5300. അപ്പൊ ഞാൻ വേറെ ചോദിക്കട്ടെ, ഈ 16 Proയിലും ജപ്പാനും വേറെ വെർഷൻ ഒന്നുമില്ല? വെർഷൻ ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് TDR ഒക്കെ വില കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. TR കൊടുക്കാം. TDR സ്പെഷ്യൽ ഓഫറാണ് 16 Pro. വില കൂടുതൽ ഉണ്ടാവുക, അവിടെ TR ഇപ്പൊ വില കുറച്ച് കിട്ടി. TR എന്താ നമുക്ക് ഉഷാറായിട്ട് കൊടുക്കാം. ഇനി ബാക്കി മോഡലൊക്കെ ഉണ്ട്, അതിലൊക്കെ 25 ഒക്കെ വ്യത്യാസമുള്ള. നല്ല TR തന്നെ വാങ്ങാം. ഇത്ര വില കുറച്ച് കിട്ടുമ്പോൾ പിന്നെ എന്തിനാ വേറെ രാജ്യത്തിലേക്ക് പോകുന്നത്? ഓക്കെ ഡൺ. അപ്പൊ 16 Pro Max 60 Pro Maxലേക്ക് 60 Pro Maxലാണെങ്കിൽ അത് നമുക്ക് പൊളിച്ചെടുക്കാം. 60 Pro Max കഴിഞ്ഞ വീക്ക് നമ്മൾ കൊടുത്തത് കൊടുക്കലാണ് 4300 TR കൊടുത്തത്. കഴിഞ്ഞ വീക്ക് 4300 സാധനം ഇത്തവണ 100 ദിർഹംസ് കുറച്ചിട്ട് 4200 കൊടുക്കുക. 4200 ദിർഹത്തിന് നല്ല വില കുറവാണ്. TR ഒക്കെ നല്ല വില കുറവാണ്, വെറും 4200. 4200 ദിർഹത്തിന് 16 Pro Max 256 512 ആണെങ്കിൽ 512 നമുക്ക് കാര്യം 512 50-50 50-50 50-50 5050 ദിർഹത്തിന് 512 GB 1 TB കൂടെ ഒരു 500 ദിവസം കൂടെ അധികം തരാണെങ്കിൽ 1 TB കൊടുക്കാം. 5550. ഇപ്പോൾ നമ്മൾ ഈ വില പറഞ്ഞൊക്കെ നിങ്ങൾക്ക് ഇതൊക്കെ സ്പെഷ്യലായിട്ട് ഇവിടെ എവറസിറ്റിയുടെ പ്രൈസാണ്. മാർക്കറ്റിലും മറ്റുള്ള കടകളുണ്ട്, അവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് ഈ പ്രൈസും കാര്യങ്ങളൊന്നും കിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സാധനത്തിൻ്റെ കണ്ടീഷൻ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ ഏറ്റവും വിശ്വാസമുള്ള സ്ഥലത്തിന് മേടിക്കുക. നമ്മൾ എന്തായാലും വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ 100% അല്ല 200% നിങ്ങൾക്ക് എവറസിറ്റി ആഷ്കരിക്കാനൊക്കെ വിശ്വസിക്കാം. അതിലൊരു കമന്റ് വന്നു, ഈ പിന്നിലൊക്കെ കാണാൻ വേണ്ടി വെച്ചാണോ അതുപോലെ മുന്നിൽ വെച്ച വാച്ചൊക്കെ ഞങ്ങൾക്ക് വില പറയാത്തത് ഒരു തമാശയായിട്ട് കോമന്റ് ഉണ്ടായിരുന്നു. നമുക്ക് അതുവഴി പരിഹരിക്കാം. എന്തായാലും ഇത്ര എത്തിയല്ലോ, കുറച്ച് സമയം കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആപ്പിൾ വാച്ച് ഒരു 2-3 മോഡൽ പറഞ്ഞത് പെട്ടെന്ന് പറഞ്ഞാൽ SC2 അടിപൊളി വിലക്ക് 40mm ആണെങ്കിൽ നിങ്ങൾക്ക് തരുന്നത് 725. 725 ദിർഹത്തിന് ആപ്പിൾ വാച്ച്. SC2 4mm ആണെങ്കിൽ നിങ്ങൾക്ക് 825. 42 ആണെങ്കിൽ 725. 100 ദിർഹംസ് കൂടി 44 ആണെങ്കിൽ 825. ഇനി നമുക്ക് 10ലേക്ക് പോവാം. iWatch 10ലേക്ക് പോവാണെങ്കിൽ
10 സീരീസ് നമുക്ക് 42 mm ആണെങ്കിൽ 1150 മാത്രം പിടിക്കും. 1150 തരാം. അതെ, അത് തന്നെ 46 mm ആണെങ്കിൽ നമുക്ക് 1250 കൊടുക്കാം. 1250 തരത്തിന് ആപ്പിൾ വാച്ച് 10 സീരീസിന്റെ അതൊന്നല്ല, അൾട്രാ വേണ്ടാക്ക ഒരു കാര്യം. അൾട്രാ നമുക്ക് 49 mm 2700 കൊടുക്കാം. 2749 mm അല്ലേ? അപ്പൊ ഈ 9 mm പറഞ്ഞാൽ എന്താ വെച്ചാൽ ആപ്പിൾ വാച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ഉപയോഗിക്കാത്ത ആൾക്കാർക്കാണ് ഈ സൈസ് പറയുന്നത്. ലേഡീസിനാണെങ്കിൽ ചെറിയ സൈസ് മതി, ജെന്റ്സിനാണെങ്കിൽ വലിയ സൈസ് വേണം. അതിനാണ് നമ്മൾ ഈ സൈസ് പറയുന്നത്. അറിയുന്ന ആൾക്കാരുണ്ടാവും, അറിയാത്ത ആൾക്കാരുണ്ടാവും. അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. അറിയുന്ന ആൾക്കാർ ചുമ്മാ അവിടെ എന്തെങ്കിലും കമ്പനി ആയിരിക്കും. ഗാലക്സി ബഡ്സ് 3 Pro നമുക്ക് ബഡ്സ് 3 Pro ആണെങ്കിൽ 425 വെറും 425 ദിനത്തിന് എയർപോർട്ട് വേണം. ചമാരതാ ബഡ്സ് 3 Pro. ഓക്കെ ഡൺ. എയർപോർട്ട് കൊടുക്ക്. എയർപോർട്ട് 4 425. എയർപോർട്ട് 4 425 425 ദിർഹം. എയർപോർട്ട് 4 ഇപ്പറങ്ങി എയർപോർട്ട് 4 ഇടാം. നോൺ ക്യാൻസൽ ആണെങ്കിൽ 580 580 ദിർഹത്തിന്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേര് ഇതൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഫോണിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഫോണിന്റെ പ്രൈസ് മാത്രമല്ല, ആക്സസറീസ് ആണെങ്കിലും നിങ്ങൾക്ക് കിടിലിൽ എന്തെങ്കിലും മേടിക്കാം. ഇത് കൊടുക്കുക. എയർപോർട്ട് Pro 2 കൊടുക്കുക. ഓക്കെ, അത് കൊടുക്കുക. 650 കൊടുക്കുക. 650 ദിർഹത്തിന് എയർപോർട്ട് Pro 2 ട്ടോ. Pro 2. വാച്ചും പറഞ്ഞു, ബഡ്സും പറഞ്ഞു. ഇനി ടാബ് പറയണ്ടേ? ടാബും പറയാം. ടാബും കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫോൺ മാത്രമല്ല, എന്താണ് ഇവിടുത്തെ ഏതൊരു സാധനമാണ് നിങ്ങൾക്ക് ഡെലിവറി UAE 24 hours എവിടെ വേണമെങ്കിലും കിട്ടും. നിങ്ങൾക്ക് ആരെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളൊക്കെ എടുക്കണേ ഒറ്റ വിളി നമുക്ക് വിളിച്ചാൽ മാത്രം മതി. അല്ലാത്തവർക്കും UAE എല്ലാവരും ഡെലിവറി ഉണ്ട് അല്ലേ? ടാബ് കൊടുക്കുക. ഒന്നും കുറക്കണ്ട. ടാബ് 10 ടാബ് ടാബ് 11 കൊടുക്കാം ഓഫറിൽ. ഓക്കെ, 11 കൊടുക്കാം. 11 128 10th ജനറേഷൻ ആണ് അല്ലേ? 11 ഉണ്ട്. ഓക്കെ, വലിക്കുമ്പോൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് നമുക്ക് കിട്ടിയെടുത്താന്ന്. ഓക്കെ, 11 നമുക്ക് നല്ല തന്നെ കൊടുക്കാം. ലേറ്റസ്റ്റ് കൊടുക്കാം. ലേറ്റസ്റ്റ് 128 GB ആണെങ്കിൽ 1300 കൊടുക്കാം. 1300. iPad 11 ട്ടോ. iPad 11 1300. ഓക്കെ, അത് നമുക്ക് 256 GB ആണ് 1650 കൊടുക്കാം. 1650. 1650 ദിർഹത്തിന് 256 GB iPad 11 ട്ടോ. ഒന്നും കൂടി ലേറ്റസ്റ്റ് ആകുമ്പോൾ iPad Air M3. ഓക്കെ, M3 ആണെങ്കിൽ ബെസ്റ്റ് റേറ്റ്. M3 ആണെങ്കിൽ 128 GB ആണ് 2100 കൊടുക്കാം. ഓക്കെ ഡൺ. ഇനി എയർ M3 256 GB ആണെങ്കിൽ 2500 കൊടുക്കാം. 2500 നൽകാം. അതായത് ആപ്പിളിന്റെ ഏതൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ് നമ്മൾ പറഞ്ഞത്. അതിപ്പോൾ നിങ്ങൾക്ക് ഇനി ആപ്പിളിന്റെ എന്തെങ്കിലും വേണ്ട അതെല്ലാം നിങ്ങൾ കമന്റും കാര്യങ്ങളായിരിക്കും. നമ്മൾ ആ കമന്റ് കണ്ട് നിങ്ങളുടെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചാൽ ആ ഓഫർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അല്ലേ? അത് തീർച്ചയായും. അതെ, നിങ്ങൾക്ക് സാംസങ് വേണം മണിക്കൂർ അത് 5G കൊടുക്കാം. 590 കൊടുക്കും. ഈ 5G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സിം ഇടാൻ പറ്റും. ഈ സിം ഇട്ട് കോൾ ചെയ്യാൻ പറ്റുമോ? കോൾ ചെയ്യാൻ പറ്റും. ചില ഇത് അപ്പോൾ സാംസങ്ങിന്റെ സിമ്മിട മാത്രം വരുന്നുണ്ട്, അങ്ങനെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറൊരു സംശയം, ഈ ഐപാഡിൽ വാട്സപ്പ് വർക്ക് ചെയ്യില്ല. അത് വരികയാണിങ്ങനെ അല്ലേ? അത് iPad വർക്ക് എല്ലാം വർക്ക് ചെയ്യുന്നത് നമ്മൾ ഇത് നോർമൽ ചെയ്യുന്നുണ്ട്. ഒരുപാടുണ്ട്. ഇതൊക്കെ TR വരുന്നുണ്ട്. 1 year വാറന്റി കിട്ടും. അതൊക്കെ വാങ്ങണമെങ്കിൽ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. iPad നിങ്ങൾ എത്ര തന്നെ വില കൊടുത്തു കഴിഞ്ഞാൽ 5000 കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ വാട്സപ്പ് കിട്ടും. ഭയങ്കര കളി തന്നെയല്ലേ? ഭയങ്കര കളി. കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കണാണ് ഈ iPad എന്നൊക്കെ പറഞ്ഞാൽ. കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കണാണ്. അപ്പൊ കുട്ടികൾക്ക് ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല എന്താണെന്നല്ല, അത് അല്ല വാട്സപ്പിൽ ആവശ്യമില്ലല്ലോ. കൂടുതൽ കുട്ടികൾക്ക് പഠിക്കാനും കാര്യങ്ങളൊക്കെ. പ്ലേ സ്റ്റോറും കൂടെ പറഞ്ഞല്ലോ. പ്ലേ സ്റ്റോർ ഇല്ല. പക്ഷെ പ്ലേ സ്റ്റോർ എന്ന് പറയുമ്പോൾ എന്താ പറയാ, ഒരു സ്റ്റോറാണ്. അതിൽ രണ്ടിലും നമുക്ക് വാട്സപ്പ് കിട്ടുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാർക്ക് കുട്ടികൾ മാത്രമല്ലല്ലോ. അതെന്തായാലും എന്താ കിട്ടില്ലല്ലോ ഇത് ഐപാഡിൽ. അതും കൂടി വെച്ചാണെങ്കിൽ ബെസ്റ്റ് ആയിരുന്നു. നമുക്ക് നോക്കാം. ഒന്നും കൂടി ട്രംപിന് ഒന്ന് മെസ്സേജ് ചെയ്ത് നോക്കാം. ട്രംപ് സംസാരിച്ചിട്ട് ഒറ്റ വിളിയാണ് നമ്മള് അല്ലേ? നമുക്കൊന്ന് ഒരു കാര്യം ഒരു ഗൂഗിൾ മീറ്റ് ഒക്കെ വെച്ച് നോക്കാം. കേട്ടാൻ. അപ്പൊ നമ്മൾ ഇതും പറഞ്ഞു. അപ്പൊ കാണിച്ചു കൊടുത്തത് അവിടെ മുതൽ ഇതാ ഇപ്രാവശ്യത്തെ ഓഫർ എന്ന് പറഞ്ഞാൽ ഐഫോണുകൾ അവിടെ ഓഫർ. ഇത് ഐഫോണുകൾ നിരത്തി വെച്ച് നിങ്ങൾ പോന്ന് ഇതാ iPad ഉണ്ട്, സാംസങ്ങിന്റെ ചെറിയ ഫോണുകളുണ്ട്, ഇയർബഡ് ഉണ്ട്, ഇയർബഡ് ഉണ്ട്, ആപ്പിൾ വാച്ച് ഉണ്ട്, ചെറിയ ഫോൺ ഉണ്ട്, S25 Ultra ഉണ്ട്. ഇതെല്ലാം കിടിലൻ ഓഫറിലാണ് ഇപ്രാവശ്യട്ടാ. പിന്നെ ഇത് ഒന്ന് സംഭവം വിട്ടുപോയിട്ടുണ്ട്. പുതിയ മോഡല് ഇതാണ് V50. അതെ, V50 നമുക്ക് ബെസ്റ്റ് റേറ്റ്. GCC-ലുണ്ട്. രണ്ടിടത്ത് വാറന്റി ആണ്. ലേറ്റസ്റ്റ് ഇപ്പൊ ഇറങ്ങിയ മോഡലാണ്. 40 ഉണ്ട്, 50 ഉണ്ട്. 40 നമ്മൾ ഇതിന് മുന്നേ ഇട്ടാണ്. ഇതാണ് നമുക്ക് ഒരു കാര്യം ചെയ്യാം, 1650 കൊടുക്കാം. 1650 ലേറ്റസ്റ്റ് മോഡൽ കേട്ടോ. V50 24 GB ആണ് റാം. 24? അതെ, 24 GB റാം, 256 GB മെമ്മറി ആണ്. ലേറ്റസ്റ്റ് ഇറങ്ങിയ മോഡലാണ് കേട്ടോ. പറയാൻ ഒരുപാട് മോഡൽ ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ലോങ്. പിന്നെ നമ്മൾ അത്യാവശ്യം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഇപ്പൊ തന്നെ വീഡിയോ ലോങ്. അടുത്ത ആഴ്ച നമുക്ക് എന്താ ബാക്കി മോഡലും കൂടി ഒന്ന് ഏഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതെ, ഓക്കെ. ഇപ്പൊ മൊത്തത്തിൽ ഇത്ര പറയാനുള്ളൂ. നമ്മൾ ഇതെല്ലാം പറഞ്ഞെങ്കിലും ആപ്പിളിന്റെ ഐഫോണിന്റെ മെയിൻ ആയിട്ട് പറഞ്ഞെങ്കിലും നിങ്ങൾക്ക് ഏതൊരു ഫോൺ വേണമെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും അല്ലെ? ബാക്കി നിങ്ങൾ മെസ്സേജ് അയച്ചാൽ അല്ലെങ്കിൽ പരമാവധി കോൾ ചെയ്യാൻ ശ്രമിക്കാം. കോൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മറുപടി കിട്ടും. 5 നമ്പർ ഉണ്ട്, പ്രത്യേകം നോട്ട് ചെയ്തോ. 0542527 933 ഉണ്ട്. ഈ ലാസ്റ്റ് വരുന്നത് നമ്മൾ ഇത് കൊടുക്കും. എന്നാൽ ലാസ്റ്റ് വരുന്നതാണ്
31 32 33 34 35 ഈ 5 നമ്പർ ഉണ്ട്. ഒന്ന് കിട്ടിയെങ്കിൽ അടുത്ത നമ്പർ പരമാവധി കോൾ ചെയ്തോ. വാട്സപ്പ് ആണെങ്കിൽ ചില സമയത്ത് ഇവിടെ ഒരുപാട് കസ്റ്റമർ ലാസ്റ്റ് 2 ഇത് മാത്രം മാറുള്ളൂ. നമ്പർ രണ്ടും മാറുന്നില്ല. 31 32 34 33 34 35 അടുപ്പിച്ചെടുത്താ അടിച്ച് 1 2 3 4 5 പൈസ കൊടുത്തു. ഈ മറ്റേ ദുബായിൽ മറ്റേ ഇതുണ്ടല്ലോ, അങ്ങനല്ലേ ചോദിച്ചേ? ദുബായിൽ ഈ നമ്പർ പ്ലേറ്റ് എടുക്കുമ്പോൾ പൈസ കൊടുക്കും, അതേപോലെ പൈസ കൊടുത്തു സത്യം പറയും, കുറച്ചൊരു പൈസ കൊടുത്തു. അപ്പൊ അങ്ങനെ ഒരു 5 നമ്പർ എടുത്തിട്ടുണ്ട്. ഈ 5 നിങ്ങൾക്ക് ഒന്ന് കിട്ടുന്നില്ല 5 നമ്പർ വിളിക്കാം. 1 2 3 4 5 ലാസ്റ്റ് നമ്പർ മാത്രം. അതായത് നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ, 31 32 33 34 35. അതായത് നമ്പറിന്റെ ഏറ്റവും തലക്കത്തെ അത് മാത്രം മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 നമ്പറിൽ വിളിച്ചാലും കിട്ടും അല്ലേ? തീർച്ചയായും. ഓക്കെ ഡൺ. അപ്പോൾ ഏകദേശം പറഞ്ഞെടുത്താ ഈ 5 നമ്പർ വെച്ചാൽ അതും കൂടി പറയാം. ഒന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് മലയാളിക്ക് വേണ്ടി വെച്ചാണ്, ഒന്ന് ഹിന്ദിക്കാർക്ക് വെച്ചാണ്, ഒന്ന് അതേപോലെ തന്നെ അറബി അതേപോലെ വേറെ കൺട്രിയിലെ ആൾക്കാർക്ക് വെച്ചാണ്. പിന്നെ അതേപോലെ തന്നെ ഒന്ന് വെച്ചിരിക്കുന്നത് നേപ്പാൾ കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി വെച്ചാണ്. പിന്നെ ഒന്ന് എല്ലാവർക്കും വിളിക്കുക കോമൺ ആയിട്ടുള്ള വെച്ചാണ്. ഇന്റർനാഷണൽ കച്ചവടമാണ് നമ്മള് കളിക്കുന്നുണ്ട്. ആര് കസ്റ്റമർ ഒഴിവല്ല, അതുപോലെ വീഡിയോയുടെ ഒരു കുറവില്ല. ഇപ്പം നമ്മൾ മലയാളികൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് BBN ചാനൽ, ഒന്ന് അസ്കർ മാലിക്കിന്റെ ചാനൽ പോയാൽ മലയാളത്തിൽ വീഡിയോ കാണുള്ളൂ. കാരണം നമ്മൾ തന്നെ കുറച്ച് അധികമാണെന്ന് തോന്നുന്നുണ്ട്. നമ്മൾ തന്നെ കുറച്ച് കൂടുതലാണ്. ഹിന്ദിയിലാണെങ്കിൽ നമുക്ക് 3-4 ചാനൽ ഹിന്ദിക്കാരിലുണ്ട്. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ 5 ചാനൽ ഹിന്ദിയിലുണ്ട്. അതുപോലെ ഇതിലാണെങ്കിൽ നേപ്പാളിൽ 2 ചാനലുണ്ട്. ഇപ്പോൾ ഇവിടെ നേപ്പാളിൽ, ഇപ്പോൾ ദുബായിലും കയറിയ നേപ്പാൾ, ഫിലിപ്പീൻസ് എല്ലാം ഉണ്ട്. എല്ലാവർക്കുള്ള സംഭവങ്ങളും നമ്മളിങ്ങനെ തന്നെ നിരത്തി കൊടുക്കുകയാണ്. ഹോൾസെയിലാണെങ്കിലും റീറ്റെയിൽ ആണെങ്കിലും എല്ലാം ആണെങ്കിലും നിങ്ങൾക്ക് തരാൻ ഇങ്ങനെ എവർസിറ്റി ഇങ്ങനെ റെഡി ആയിട്ടാണ് അല്ലേ? എല്ലാവരും വേണം, നമുക്ക് ആരുമില്ല. എല്ലാവരും ഓൾ ഇന്ത്യൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നമ്മൾ ഇന്ത്യ എന്ന് പറയും. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ എന്നല്ല, നമ്മൾ വേൾഡ് എന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ എല്ലാം ഉഷാറാവട്ടെ കാര്യങ്ങൾ. നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. ലാലേട്ടൻ തുടരട്ടെ, നമ്മൾ തുടരട്ടെ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു അഷ്കർക്ക.